गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ഇവിടെ ഇന്ന് മുതൽ 7 സന്ധ്യകളിൽ നമ്മൾ ഒത്തുചേർന്ന് ഈ ധർമ്മപ്രഭാഷണ പരമ്പര എന്ന യജ്ഞത്തിൽ സംബന്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ, അതായത് 98 ആരംഭിച്ച് 2013 വരെ വിവിധ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ആലോചിച്ചിരുന്നത്. തീർത്തും വ്യത്യസ്തങ്ങളായ പല പല വിഷയങ്ങൾ. കഴിഞ്ഞ വർഷം അതിൽ ചെറിയൊരു മാറ്റം വരുത്തി ഒരു ശാസ്ത്രഗ്രന്ഥം അല്പം അനുസന്ധാനം ചെയ്യാം എന്നാലോചിച്ചു. അങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം കഴിഞ്ഞ വർഷം നമ്മൾ വിചാരത്തിന് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം അതിൻ്റെ ആദ്യ ഭാഗം കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൽ സംബന്ധിക്കാത്തവരും ഈ കൂട്ടത്തിലുണ്ടാവാം, അതിൽ സംബന്ധിച്ചവരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരല്പം പ്രാരംഭം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതിൻ്റെ തുടർച്ച ആവാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യങ്ങളെ കൊണ്ട് നമുക്ക് 2-ാം അധ്യായം സാമാന്യം ചിന്തിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം 25 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചു വെച്ചത്. അത് റെക്കോർഡ് ചെയ്തത്, അത് കഴിഞ്ഞ വർഷം പങ്കെടുക്കാത്തവർക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. റെക്കോർഡ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഏതായാലും ഈ വർഷം നമുക്ക് 26-ാം ശ്ലോകം മുതലാണ് ചിന്തിക്കേണ്ടത്. നേരിട്ട് അതിലേക്ക് പ്രവേശിക്കാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയൊരു മുഖവുര പറഞ്ഞുകൊണ്ടാവാം. ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടിട്ട് 51.5 നൂറ്റാണ്ടാവാൻ പോകുന്നു. ഏതാനും വർഷം കൂടി കഴിഞ്ഞാൽ 5150 വർഷങ്ങളാവും. സനാതനധർമ്മ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് അത് പ്രാചീനമല്ല. പ്രാചീനമല്ലെന്ന് മാത്രമല്ല, പ്രായേണ പുതിയ ഒരു ഉപദേശമാണ് ഭഗവത്ഗീതോപദേശം. കാരണം 5100 ചില്ലാൻ കൊല്ലമായിട്ടേ ഉള്ളൂ.
എങ്കിൽ തന്നെയും ഇന്നത്തെ ഒരു സമൂഹ സങ്കല്പത്തിൽ കാലത്തെപ്പറ്റിയും മറ്റുമുള്ള ഇന്നത്തെ നമ്മുടെ വ്യവഹാരത്തിൽ ഇത് ഒരു പഴയ ഗ്രന്ഥമായിട്ടാണ് വിലയിരുത്തപ്പെടുക. കാരണം 5140 കൊല്ലങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ പഴയതുപോലെയാണ് ഇന്ന് നമുക്ക് തോന്നുക. സനാതനധർമ്മ ശാസ്ത്രങ്ങളെ നോക്കുമ്പോൾ അത്ര പഴയതല്ലെങ്കിലും. അപ്പം അതുകൊണ്ടൊരു സംശയം നമുക്ക് വരാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്ത് പ്രാധാന്യമാണ് ഈ ഗീതാ പഠനത്തിനുള്ളത്? എന്താണിതിൻ്റെ പ്രസക്തി? എന്തെല്ലാം പുതിയത് പഠിക്കാൻ കിടക്കുന്നു. എന്നിരിക്കെ നാം ഇന്നും ഈ പഴയത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണോ? ഈ ചോദ്യത്തിന് മറുപടി ശ്രീമദ് ഭഗവത്ഗീത എക്കാലവും പ്രസക്തമാണ്, നിത്യപ്രസക്തമാണ്. ഒരിക്കലും അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം ഇല്ലാതാവുന്നില്ല. എന്ന് മാത്രമല്ല, ഒന്ന്, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിതക്രമം തുടരുന്ന കാലത്തോളം, ഒരു സമൂഹത്തിലെ അംഗമായി കഴിയുന്ന കാലത്തോളം. രണ്ട്, തൻ്റെ കർമ്മങ്ങളിലൂടെ ഭാവിയെ നിശ്ചയിക്കാൻ മനുഷ്യന് അധികാരമുള്ള കാലത്തോളം പ്രസക്തമാണ് ഭഗവത്ഗീതോപദേശം. ഇതൊരൽപ്പം കൂടി സ്പഷ്ടമാക്കാം. മനുഷ്യന് അനേകം സവിശേഷതകളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത നിസ്സംശയം പറയാം, അവൻ്റെ വിശേഷ ബുദ്ധിയുടെ സവിശേഷതയാണ്. വാസ്തവത്തിൽ മറ്റെല്ലാ ജീവരാശികളിൽ നിന്നും മനുഷ്യനെ ഉയർത്തുന്നതും വിലക്ഷണനാക്കുന്നതും മനുഷ്യനെന്ന പേരിന് തന്നെ അർഹനാക്കുന്നതും അവൻ്റെ വിശേഷ ബുദ്ധിയാണ്. മനു അവബോധനേ എന്നുള്ള ധാതുവിൽ ഷ്യക് പ്രത്യയം വരുമ്പോഴാണ് മനുഷ്യ ശബ്ദം സിദ്ധമാവുന്നത്. അഥവാ അതിൽ അണ് എന്ന പ്രത്യയം വരുമ്പോഴാണ് മാനവൻ എന്ന് സിദ്ധമാകുന്നത്. അവബോധന സാമർഥ്യമുള്ളവൻ, അറിയാൻ ശേഷിയോടൊത്തവൻ, വിശേഷ ബുദ്ധിയോടൊത്തവൻ, അതാണ് മനുഷ്യ ശബ്ദത്തിൻ്റെ അർത്ഥം. ഈ വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമായൊരാശയം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിയെ വിനിയോഗിച്ചുകൊണ്ട് നാം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതഗതി, ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാവുന്ന ഫലം അഥവാ അവസ്ഥ. നോക്കൂ, നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന സാധ്യതകൾ, ആ സാധ്യതകളെ അപഗ്രഥിക്കാനും ഏതാണ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിരൂപണം ചെയ്ത് സ്വീകരിക്കാനും തള്ളേണ്ടതിനെ തള്ളാനും മനുഷ്യന് സാധിക്കും. അപ്പം നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന സാധ്യതകൾ, ആ സാധ്യതകളെ നിരൂപണം ചെയ്ത് സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും മനുഷ്യന് സാധിക്കും.
തൻ്റെ മുന്നിൽ വന്നു ചേരുന്ന സാധ്യതയെ എങ്ങനെ വിനിയോഗിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിത ഫലം. അല്ലാതെ നമ്മുടെ ജീവിതത്തെ മറ്റാരുമല്ല നിയോഗിക്കുന്നത്. ഏതോ സ്വർഗത്തിലിരിക്കുന്ന ഏതോ ദൈവമല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. മറിച്ച് നമ്മുടെ തീരുമാനങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമായ ഭാഷ പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുക്കലുകളാണ്. എന്തിനാ ഈ തെരഞ്ഞെടുക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? നമ്മുടെ മുമ്പിൽ വരുന്ന സാധ്യതകളിൽ നിന്ന് ഒന്നിനെ നാം തെരഞ്ഞെടുക്കുന്നു. എന്തിനെയാണോ നാം തെരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതഗതി, ജീവിത ഫലപ്രാപ്തി. അതുകൊണ്ട് തൻ്റെ ഗീതോപദേശത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം അർജുനനെ നിമിത്തമാക്കി നമ്മോട് തന്നു ഭഗവാൻ. നമുക്ക് പറഞ്ഞു തന്നു, ഉദ്ധരേദാത്മനാത്മാനം, ഉദ്ധരേത് ആത്മനാ ആത്മാനം. തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും ന ആത്മാനം അവസാദയേത്, ഒരിക്കലും തന്നെ ക്ഷയിപ്പിക്കരുതേ. എന്നും എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നൊരു ഉപദേശവാക്യമാണിത്. തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും ഒരിക്കലും തന്നെ ക്ഷയിപ്പിക്കരുതേ. ഇങ്ങനെ ഭഗവാൻ പറയണമെങ്കിൽ നമുക്ക് നമ്മെ ഉയർത്താനും ക്ഷയിപ്പിക്കാനും സാധിക്കണം. നമുക്ക് നമ്മളെ ക്ഷയിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കരുതലോടുകൂടി ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാധ്യതകളെ വിലയിരുത്തി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുക. എന്തിനെ നമ്മൾ സ്വീകരിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിത ഫലപ്രാപ്തി. ഇത് നിഷേധിക്കാനാവാത്ത ശാസ്ത്രീയമായ വിഷയമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് ഗീതയുടെ പ്രസക്തി. അതെങ്ങനെ നോക്കൂ, നമ്മുടെ മുമ്പിൽ വരുന്ന സാധ്യതകളെ അപഗ്രഥിക്കുക, തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഇരുന്ന് മൈക്രോഫോണുണ്ട്, കുറെ പേര് കേട്ടിരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പറയാം. പക്ഷെ സ്വജീവിതത്തിൽ ഈ തെരഞ്ഞെടുക്കൽ ശരിയായ രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം. ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനനുസൃതമായി നമുക്ക് സാധിക്കണം. പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുമ്പോൾ, പ്രതിസന്ധികളെ കണ്ട് നമ്മൾ പകച്ച് പിന്മാറുമ്പോൾ, പ്രലോഭനങ്ങളെ കണ്ട് നമ്മൾ പതറി വീഴുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കൽ ധർമ്മത്തിനനുസരിച്ച് ശരിയായി നിർവഹിക്കാൻ സാധിക്കില്ല. പറയുന്നവനും ഉപദേശിക്കുന്നവനും സാധിക്കില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടുന്ന വലിയൊരു പ്രശ്നമാണ്. അഭിമുഖീകരിച്ചേ മതിയാവും. ഒരു പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോട്ടം സാധ്യമല്ല. ഒളിച്ചോടുന്നവന്റെ പിന്നാലെ പ്രശ്നം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആര് ജീവിതത്തിൽ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുവോ, അഭിമുഖീകരിച്ച് നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ തെരഞ്ഞെടുക്കുന്നുവോ, അനുഷ്ഠിക്കുന്നുവോ, അവനുള്ളതാണ് ധർമ്മത്തിന്റെ മാർഗം. ശ്രദ്ധിക്കുക. ഇവിടെ ഈ സന്ദർഭത്തിലാണ് ഗീതയുടെ ഉപദേശം പ്രസക്തമാകുന്നതെന്ന് പറയുമ്പോൾ നാം അർജുനനെ ഒന്ന് നോക്കുക. അർജുനനെ നിമിത്തമാക്കിയാണല്ലോ
ഭഗവാൻ ഗീത ഉപദേശിച്ചത്? ഗീത ഉപദേശിച്ചത് അർജുനനോടല്ല, ലോകത്തോടാണ്, നമ്മൾ ഓരോരുത്തരോടുമാണ്. പക്ഷെ അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് ഉപദേശം. ആ അർജുനന്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്കൊരല്പം ആ അർജുനനെ ഒന്ന് നോക്കിക്കാണാം. ധീരനായിരുന്നു അർജുനൻ, സുധീരൻ. സാക്ഷാൽ പരമശിവനോട് പോലും യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നവൻ. അങ്ങനെ പരിതുഷ്ടനായ പരമേശ്വരനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയവൻ. ഒറ്റയ്ക്ക്, ഒരാളുടെ പോലും സഹായമില്ലാതെ ദ്രോണര്, കർണൻ, ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങി അനേകം അതിരഥന്മാരെ തോൽപ്പിച്ചോടിച്ചവൻ ഒറ്റയ്ക്ക്. എല്ലാ പ്രകാരത്തിലും അത്ര ധീരനായ അർജുനൻ സർവഥാ സന്നദ്ധനായിട്ടാണ് മഹാഭാരത യുദ്ധത്തിന് വന്നത്. സർവഥാ തയ്യാറായിട്ട്. യുദ്ധം മറ്റനേക നയതന്ത്ര രീതികളെ അവലംബിച്ചും ഒഴിവാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അധികാരപ്പെട്ട രാജ്യം പോകട്ടെ, അർദ്ധരാജ്യം പോകട്ടെ, 5 ഗ്രാമങ്ങൾ പോകട്ടെ, 1 ഗ്രാമം പോട്ടെ, 5 ഗൃഹങ്ങൾ പോട്ടെ, 1 ഗൃഹവും പോകട്ടെ, സൂചി കുത്താനുള്ള സ്ഥലം പോലും പങ്കുവയ്ക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതി വന്നപ്പോൾ യുദ്ധം അനിവാര്യമായി തീർന്നു. ഈ സാഹചര്യത്തിൽ പാണ്ഡവപക്ഷത്തിലേക്ക് ഏറ്റവുമധികം സൈന്യ സന്നാഹത ചെയ്തത്, യോദ്ധാക്കളെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അർജുനനായിരുന്നു. എന്തിനേറെ സാക്ഷാൽ ഭഗവാനെ പോലും ക്ഷണിച്ചു കൊണ്ടുവന്നത് അർജുനനായിരുന്നു. ധീരനാണ് അർജുനൻ. ആ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, എന്റെ രഥത്തെ 2 സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. ആരോടൊക്കെ കൂടെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ. ദുർബുദ്ധിയായ ദുര്യോധനന്റെ പ്രിയത്തെ ഇച്ഛിച്ചു വന്നവരെ ഞാനൊന്ന് കാണട്ടെ. ഈ യുദ്ധസമുദ്യമത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. അതുകൊണ്ട് എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. ഇതെപ്പോഴാണ് അർജുനൻ ആവശ്യപ്പെട്ടത് ഭഗവാനോട്? അത് വളരെ ശ്രദ്ധേയമാണ്. 18 അക്ഷൗഹിണി സൈന്യമണിനിരക്കുന്ന മഹായുദ്ധത്തെ അഭിമുഖീകരിച്ച് താൻ യുദ്ധസന്നദ്ധനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്വയം ശംഖനാദം മുഴക്കി അറിയിച്ച ശേഷം. അതെ, പാണ്ഡവ പക്ഷത്തു നിന്ന് തങ്ങൾ യുദ്ധസന്നദ്ധരായെന്ന് ആദ്യമായി അറിയിച്ചത് ഭഗവാനാണ്. എന്നാൽ പാണ്ഡവരിൽ ആദ്യം അറിയിച്ചത് അർജുനനാണ്. താൻ സർവഥാ തയ്യാറായിരിക്കുന്നു എന്ന് അറിയിച്ചു അർജുനൻ. അതിനുശേഷമാണ് ആരോടൊക്കെ കൂടെ ഈ യുദ്ധസമുദ്യമത്തിൽ എനിക്ക് എതിരിടണം, പൊരുതണമെന്ന് കാണട്ടെ എന്ന് ആവശ്യപ്പെട്ടത്. വളരെ ശ്രദ്ധേയമായ, മനഃശാസ്ത്രപരമായി സമീപിക്കേണ്ടുന്നൊരു സന്ദർഭമാണ്. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള
യുദ്ധക്കളം, കുരുക്ഷേത്ര യുദ്ധക്കളം. എവിടെ വേണമെങ്കിൽ ഭഗവാന് കൊണ്ടുപോയി നിർത്താമായിരുന്നു രഥത്തെ. എന്നാൽ ആരെയൊക്കെ കണ്ടാൽ അർജുനനുള്ളിൽ വികാര വൈവശ്യമുണ്ടാകുമോ, ആരെയൊക്കെ കണ്ടാൽ ശോകമോഹങ്ങളുടെ വേലിയേറ്റം അർജുനനുള്ളിൽ ഉണ്ടാകുമോ, ആരെയൊക്കെ കണ്ടാൽ അർജുനന്റെ വ്യക്തിത്വം ആടിയുലഞ്ഞു പോകുമോ, അവരുടെ നടുക്ക് അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് തൻ്റെ ഉദ്ദേശം നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവാം ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്റെ ബന്ധുക്കളെ കണ്ടോളൂ. അർജുനൻ ആവശ്യപ്പെട്ടത് ബന്ധുക്കളെ കാണട്ടെ എന്നായിരുന്നില്ല, മറിച്ച് യോത്സ്യമാനാൻ അവേക്ഷേഹം ഏതേത്ര സമാഗതാഹ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചിവിടെ വന്നവരെ കാണട്ടെ എന്നായിരുന്നു. പക്ഷേ ഭഗവാൻ പറഞ്ഞത്, പാർത്ഥ പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ, ഈ ഒത്തുചേർന്ന നിന്റെ വംശക്കാരെ കണ്ടുകൊള്ളൂ. എല്ലാം നിന്റെ ആൾക്കാരാ, എല്ലാം കൗരവരാ. ധാർത്തരാഷ്ട്രരും കൗരവരാണ്, പാണ്ഡവരും കൗരവരാണ്, ഇരുഭാഗത്തും കൗരവരാണ്. ഒന്ന് നോക്കൂ. അർജുനൻ നോക്കി, കണ്ടു. എന്താ കണ്ടേ? സർവത്ര ഇരുഭാഗങ്ങളിലും സ്വന്തം ബന്ധുജനങ്ങൾ, അച്ഛന് തുല്യം മാനിക്കപ്പെടേണ്ടവർ, മുത്തശ്ശന് തുല്യം മാനിക്കപ്പെടേണ്ടവർ, സഹോദരന്മാർ, അമ്മാവന്മാർ, ഗുരുഭൂതന്മാർ, ഇവരെല്ലാം എന്റേതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ. ഈയൊരു ചിന്ത ഭഗവാൻ ഭാഷ്യകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അഹം ഏതേഷാം ഏതേ മമ, ഞാൻ ഇവരുടേതാണ്, ഇവരൊക്കെ എന്റേതാണ്. ഈയൊരു മമത്വ ബുദ്ധി അർജുനനിലേക്ക് കുടിയേറി. അതെ, വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അവരെ ഞാനിപ്പോ ഈ നിമിഷം കൊന്നൊടുക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം ബന്ധുക്കളാണല്ലോ, ഇവരെല്ലാം സ്വജനങ്ങളാണല്ലോ. അർജുനൻ വിഷാദഗ്രസ്തനായി പതുക്കെ വായവറ്റി വരണ്ടുപോയി, കൈകാൽ തളർന്നുപോയി, ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. വികാരാധിക്യത്തെ സൂചിപ്പിക്കും വിധം രോമാഞ്ചവും അണിഞ്ഞു. ഇതൊന്നും സാരമുണ്ടായിരുന്നില്ല, ഇതിനൊക്കെ മരുന്നുണ്ട്. എന്നാൽ മരുന്നില്ലാത്തൊന്ന് സംഭവിച്ചു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് ക്ഷത്രിയൻ അരുതാത്തതാണ്. മറ്റതെന്തും സമ്മതിക്കാം. വായവറ്റി വരളട്ടെ, ദേഹമാകെ എരിപൊരി കൊള്ളട്ടെ, തലകറങ്ങി വീഴട്ടെ, മരിച്ചു പോകട്ടെ, ഒരു പ്രശ്നമില്ല, അതൊക്കെ ക്ഷത്രിയന് സമ്മതിക്കാം. പക്ഷേ ആയുധം കയ്യിൽ നിന്ന് വിറയ്ക്കുന്നു എന്നുള്ളത് അത് അരുത്. പക്ഷെ അതും സംഭവിച്ചു. അങ്ങനെ മമത്വബുദ്ധിയാൽ അത്യന്തം ആവേശിക്കപ്പെട്ട അർജുനൻ ധർമ്മസമ്മൂഢനായി തീരുകയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, തൻ്റെ മുമ്പിൽ വരുന്ന സാധ്യതകൾ, ആദ്യം ഒറ്റ സാധ്യതയെ അർജുനന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ: യുദ്ധം ശക്തമായി ചെയ്യുക. എന്നാൽ ബന്ധുജനങ്ങളെ സർവത്ര കണ്ട അർജുനന് മുമ്പിൽ രണ്ട് സാധ്യതകൾ വന്നു. ഒന്ന്, യുദ്ധം ചെയ്യുക.
2 പിന്തിരിയുക. ഇത് ഒരു സാമാന്യ ലൗകിക ബുദ്ധിയാ വന്ന സാധ്യതകളല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം. അർജുനന്റെ മുമ്പിൽ ഇപ്പോൾ 2 സാധ്യതകൾ വന്നെന്ന് പറഞ്ഞു. ഇതൊരു സാമാന്യ ലൗകിക ബുദ്ധിയാ വന്നതല്ല. പിന്നെയോ ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നു, ആതതായിന മായാന്തം ഹന്യാദേവ അവിചാരയൻ. ആതതായി വരുന്നത് കണ്ടാൽ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ കൊല്ലേണ്ടുന്നത് ക്ഷത്രിയന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യണം, ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലണം. അതാണ് ഒരു ധർമ്മശാസ്ത്രം പറയുന്നത്. എന്നാൽ മറ്റൊരു ധർമ്മശാസ്ത്രം പറയുന്നു, സയേവ പാപിഷ്ഠതമോ യ കുര്യാത് കുലനാശനം. ആരാണോ സ്വന്തം കുലത്തെ നശിപ്പിക്കുന്നത് അവൻ പാപികളിൽ വെച്ച് മഹാപാപിയാണ്. ഈ 2 ധർമ്മശാസ്ത്രങ്ങളെയും പര്യാലോചിച്ചപ്പോ അർജുനന്റെ മുമ്പിൽ ശാസ്ത്രീയമായി 2 സാധ്യതകൾ വന്നു. ഒന്ന് യുദ്ധം ചെയ്യുക, ഒന്ന് ചെയ്യാതിരിക്കുക. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടുന്ന് നമുക്ക് ഈ മൈതാനത്ത് ഇരുന്നിട്ട് പറയാനും പ്രസംഗിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇത്തരം മഹാപ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ പതറിപ്പോകും. അർജുനൻ പതറിപ്പോയി. ഇതി കർത്തവ്യത മൂഢനായി തീർന്നു അർജുനൻ. ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്തെന്ന് നിശ്ചയിക്കാൻ സാധിക്കാതെ വന്നു. ഇങ്ങനെ മോഹഗ്രസ്തനായപ്പോൾ അർജുനൻ ഒരു സാധ്യതയെ, അനായാസേന സ്വീകരിക്കാവുന്ന സാധ്യതയെ സ്വീകരിച്ചു. അതെന്താ? യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. ഒരു പൊല്ലാപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല, അത് എളുപ്പം. പക്ഷേ അർജുനന്റെ ഉള്ളിൽ ദ്വന്ദ്വമുണ്ട്. ഈ 2 സാധ്യതകളിൽ ഒന്നിനെ സ്വീകരിച്ചെങ്കിലും ദ്വന്ദ്വം ഉള്ളിലുണ്ട്. ദ്വന്ദ്വം അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ്വന്ദ്വാവസ്ഥയിലിരിക്കുന്ന അർജുനൻ താൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് തന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി, എന്നോട് പറയാം, താനെടുത്ത തീരുമാനം ശരിയാണെന്ന് തന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ വലിയ ന്യായവാദങ്ങൾ നിരത്തുകയാണ്. നമ്മൾ പലപ്പോഴും ഉള്ളിൽ എന്തെങ്കിലും ദ്വന്ദ്വമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ന്യായീകരിക്കാറുണ്ട്, എൻ്റെ തീരുമാനം ശരിയാണെന്ന്. അത് നമ്മൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനല്ല ന്യായീകരിക്കുന്നത്, നമ്മുടെ അന്ധകരണത്തെ കൊണ്ട് സമ്മതിപ്പിക്കാനാ. അത് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ പറയുക മറ്റൊരാളെ സമ്മതിപ്പിക്കാനെന്ന മട്ടില്ല, പക്ഷേ മറ്റൊരാളെ സമ്മതിപ്പിക്കാനല്ല, സ്വന്തം അന്ധകരണത്തെ സമ്മതിപ്പിക്കാനാ. സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ അർജുനൻ വലിയൊരു പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. ഒരു പ്രഭാഷണ പരമ്പര തന്നെ. നമ്മൾ മഹാപാപം ചെയ്യാൻ ഒരുങ്ങി. ഇതൊക്കെ ബന്ധുക്കളല്ലേ, ഇവരെ കൊല്ലാൻ പാടുണ്ടോ? അപ്പൊ ചിലപ്പോൾ അങ്ങ് ചോദിച്ചേക്കാം, അവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പിന്നെ തിരിച്ചു ചെയ്യണ്ടേ? അതെങ്ങനെ ചെയ്യും? ഇതൊക്കെ അവർ വിവരമില്ലാത്തോണ്ടല്ലേ നമ്മൾ ആക്രമിക്കുന്നത്? കുലത്തെ നശിപ്പിക്കുന്നത് പാപമാണെന്നോ മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് പാപമാണെന്നോ അവർക്ക് അറിയില്ല. കാരണം അത് ലോഭം കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ വിവരമില്ലാത്തവരാ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ വലിയ വിവരമുള്ളവരല്ലേ. ഇപ്പൊ വലിയ വിവരമുള്ളവരാവുമ്പോ എല്ലാം സഹിക്കുകയല്ലേ വേണ്ടത്? ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. അതല്ലേ വേണ്ടത്. കൃഷ്ണ കേട്ടിട്ടില്ലേ? ഇത് അർജുനൻ ചോദിച്ചിട്ടില്ല കേട്ടോ. എങ്കിൽ ഈ ഭാഷയിലാ ചോദ്യം. വലത്തെ കരണത്ത് അടി കിട്ടിയ ഇടത്ത് കാണിച്ചു കൊടുക്കണം എന്നല്ലേ? അപ്പൊ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ബുദ്ധിയുള്ളൊരു വിവരമുള്ളൊരു ചെയ്യേണ്ടത്?
എന്നല്ല, ഒരു ഘട്ടത്തിൽ ഭഗവാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അർജുനൻ പറഞ്ഞു, അഹോ ബത മഹത്പാപം കർത്തും വ്യവസിതാ വയം വയം. നമ്മൾ മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയല്ലോ, നീ അടക്കം. ഇങ്ങനെ തൻ്റെ ന്യായവാദങ്ങളെ ചെയ്ത ശേഷം അർജുനനൊരു പ്രതിജ്ഞ അങ്ങോട്ട് ചെയ്തു. എന്താ പ്രതിജ്ഞ? യദിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യോ തന്മേ ക്ഷേമതരം ഭവേത്. എനിക്ക് പ്രതികാരബുദ്ധിയില്ല, ഞാൻ ആയുധം എടുക്കില്ല. അങ്ങനെ ആയുധമെടുക്കാത്തവനും പ്രതികാരബുദ്ധിയില്ലാത്തവനുമായ എന്നെ ധാർത്തരാഷ്ട്രന്മാർ എൻ്റെ അടുത്ത് വന്ന് കൊന്നുകൊള്ളട്ടെ, അതെനിക്ക് നല്ലതായിരിക്കും. ഞാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് അമ്പും വില്ലും താഴെ വെച്ച് രഥത്തട്ടിൽ അവിടെ ഇരുന്നു. ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സാധാരണ ഒരു പൊതുപ്രസംഗത്തിൽ ചെയ്യേണ്ട ചർച്ചയല്ല, എങ്കിലും നിങ്ങളെല്ലാവരും ശാസ്ത്രവിചാരത്തിന് തയ്യാറായി വന്നവരാണ്. അതുകൊണ്ട് ഈ ചർച്ച ചെയ്യാം. നോക്കൂ, ഒരു മനുഷ്യൻ അവൻ്റെ ആ സന്ദർഭത്തിൽ ഒരു ധർമാചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പുറപ്പെട്ടു. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ കർമ്മം ആരംഭിച്ച സന്ദർഭത്തിൽ അയാൾ പരിപൂർണ വിവേക വൈരാഗ്യങ്ങളെ നേടി സന്യാസത്തിന് അധികാരിയായി. അങ്ങനെ സന്യാസത്തിന് അധികാരിയായാൽ അയാൾക്ക് സന്യസിക്കാൻ അധികാരമില്ലേ? തീർച്ചയായിട്ടും ശാസ്ത്രത്തിനനുസരിച്ച് യദഹരേവ വിരജേ തദഹരേവ പ്രവ്രജേത് എന്ന് തന്നെയാ നിയമം. ഏത് പകലാണോ വിവേകജനിതമായ വൈരാഗ്യം സുദൃഢമാകുന്നത്, ആ പകൽ തന്നെ സന്യസിക്കണമെന്നാണ്. പിന്നെ നാളത്തേക്ക് മാറ്റിവെക്കേണ്ട സന്യാസം. ഇവിടെ വളരെ വിശദമായ ചർച്ച ആവശ്യമാണ്. എന്താണ് സ്വഭാവം എന്നുള്ളത്, ഇതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. സംശയ നിവാരണത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പറയാം. സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല, ബാക്കി എന്തും മാറ്റാം. അപ്പൊ കുതഹാത്വാ ഇതം കശ്മലം എന്ന ഭഗവാന്റെ ചോദ്യത്തിന്റെ താത്പര്യം, ഇപ്പോഴുള്ള നിന്റെ ഈ നെറികെട്ട അവസ്ഥയുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്ത അവസ്ഥ, ഇത് നിന്റെ സ്വഭാവമല്ല, നിന്നിലേക്ക് വന്നു ചേർന്നതാ. ഇത് എവിടുന്ന് വന്നു ചേർന്നടോ? ഈ ഒറ്റ ചോദ്യത്തോടുകൂടി അർജുനൻ ഞാൻ വലിയ വിദ്വാനാണെന്ന നാട്യത്തോടുകൂടി സ്വന്തം പോരായ്മയെ മറച്ചു വെക്കാൻ വേണ്ടി എന്തെല്ലാം മുഖം മൂടി അണിഞ്ഞോ അത് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി. അർജുനൻ ഭഗവാന്റെ മുമ്പിൽ വലിയ ജ്ഞാനിയായിട്ടല്ലേ ഇരുന്നത്. ഈ രാജ്യവും ധനവും സുഖവും കൊണ്ടൊക്കെ എന്ത് കാര്യമാ ഭഗവാൻ എന്നൊക്കെ വലിയ തത്വചിന്ത ചോദിച്ചില്ലേ അർജുനൻ ഭഗവാനോട്. അങ്ങനെയുള്ള അർജുനന്റെ മുഖം മൂടിയെ തച്ച് തകർക്കുന്നതാണ് ഈ ചോദ്യം. കുതസ്ത്വാ കശ്മലമിതം, എവിടുന്ന് വന്നട നിനക്ക് ഈ നെറികെട്ട ഭാവം? വിഷമേ സമുപസ്ഥിതം, വിഷമത്തിൽ സുഷമമല്ല, ഒട്ടും സുഷമമല്ല യുദ്ധം. അത്യന്തം ആലോചന ചെയ്ത് ഓരോ കാൽവെപ്പും നടത്തേണ്ടുന്നതാണ് യുദ്ധം. അങ്ങനെയുള്ള യുദ്ധരംഗത്തിൽ നിനക്ക് എവിടുന്ന് വന്നടാ ഈ കശ്മലത? പക്ഷെ ഒന്ന് ഞാൻ പറയാം, അനാര്യജുഷ്ടം, ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല. അസ്വർഗ്യം, ഇത് സ്വർഗഹേതുവല്ല. സർവോപരി അകീർത്തികരം അർജുന. ഹേ അർജുന, ഇത് അകീർത്തികരമാണ്. നാലാള് കേട്ട എന്തടാ പറയുക? ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. അല്ലയോ കുന്തിയുടെ മകനെ, നീ നപുംസകത്വത്തെ പ്രാപിക്കല്ലടാ. അവിടെ അർജുന എന്നല്ല വിളിച്ചത്,
അവിടെ പാണ്ഡവ എന്നല്ല വിളിച്ചത്, പാർത്ഥ, പൃഥയുടെ മകനെ, കുന്തിയുടെ മകനെ. അമ്മയെ ആലോചിക്കടാ. നമ്മുടെയൊക്കെ അമ്മയുടെ പേര് കൂട്ടി പറഞ്ഞാലെങ്കിലും നമുക്കൊരു ഉശിരുണ്ടാവില്ലേ? അല്ല, എന്നാലും ഉണ്ടാവില്ല എന്നാ അറിയില്ല. നയേതത്വയ്യുപപദ്യതേ, ഇത് നിന്നിൽ ചേരുന്നില്ല. അതുകൊണ്ട് നിന്നോട് ഞാനൊന്ന് പറയാം, നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഹേ പരന്തപ, പരന്മാരെ തപിപ്പിക്കാൻ ശക്തിയുള്ളവനെ. വേദാന്ത ദൃഷ്ടിയാ പറഞ്ഞാൽ പരമായതിനെ തപിപ്പിക്കാൻ ശക്തിയുള്ളവനെ. യുദ്ധരംഗത്തിൽ പറഞ്ഞാൽ പരന്മാരെ തപിപ്പിക്കാൻ ശക്തിയുള്ളവനെ. പരന്മാര് ശത്രുക്കള്. വേദാന്ത ദൃഷ്ടിയിൽ പരമായതിനെ, അവിദ്യയെ, അജ്ഞാനത്തെ തപിപ്പിക്കാൻ ശക്തിയുള്ളവനെ. ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണ്, നമ്മെ അങ്ങേയറ്റം ക്ഷയിപ്പിക്കുന്നതാണ്. ഈ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ, നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ. ഈ 2 ശ്ലോകങ്ങളിലടങ്ങിയ ഭഗവത് വാക്യങ്ങൾ മൂർച്ചയേറിയ 2 ബാണങ്ങളെപ്പോലെ അർജുനനുള്ളിലേക്ക് തുളഞ്ഞ് കയറി. അവന്റെ മുഖപടം തകർന്നു വീണു. അതെ, അവനൊരു മുഖപടമുണ്ടായിരുന്നല്ലോ. ആ മുഖപടമല്ലേ പറഞ്ഞത്? അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ, നമ്മൾ വലിയ വിവരമുള്ളവരല്ലേ എന്നൊക്കെ. എനിക്ക് രാജ്യവും സുഖവും ഭോഗവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് ആ മുഖപടമാണ്. അത് തകർന്നു വീണു. തൻ്റെ ധാരണകൾ തെറ്റിപ്പോയെന്ന് തിരിച്ചറിഞ്ഞു. ഇവിടെ അർജുനൻ തൻ്റെ മുമ്പിൽ വന്നു ചേർന്ന സാധ്യതകളിൽ നിന്നൊന്നിനെ സ്വീകരിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഭഗവാനോട് ചോദിക്കുന്നത്, കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാ പ്രപന്നം. അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടുകൂടിയ ഞാൻ. വല്ലാത്തൊരു പ്രയോഗമാത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കാർപ്പണ്യം, കൃപണന്റെ ഭാവം. കൃപണസ്യ ഭാവം കാർപ്പണ്യം. കൃപണൻ എന്ന് പറഞ്ഞാൽ നിസ്സാരൻ, ഹീനൻ, നിന്ദ്യൻ എന്നൊക്കെയാണ് സാധാരണ സംസ്കൃതത്തിൽ അർത്ഥം. അപ്പൊ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ നിസ്സാരഭാവം, ഹീനഭാവം, നിന്ദ്യഭാവം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഹീനമായ ഭാവം കൊണ്ട് എൻ്റെ സ്വഭാവം, ശൗര്യം, വീര്യം, പരാക്രമ സ്വഭാവമൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാമാന്യ അർത്ഥം. അത് പറഞ്ഞാൽ മതിയോ? ഇവിടെ പോരാ. കാരണം ഇത് ഭഗവത്ഗീതയുടെ ഗുരുശിഷ്യ സംവാദത്തിൻ്റെ ആരംഭമാണ്. ഗുരുശിഷ്യ സംവാദം വേണമെങ്കിൽ ആദ്യം ശിഷ്യൻ തയ്യാറാവണം. ഇതുവരെ ശിഷ്യൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഭഗവാനോട് അങ്ങോട്ട് പ്രസംഗിച്ചവനായി ഇവിടെ അർജുനൻ. ഒരിക്കലും അവൻ ശിഷ്യനായിട്ടില്ല. മാത്രവുമല്ല, അവന്റെ കപടമായ മുഖം മൂടി അവൻ അണിഞ്ഞു തന്നെയായിരുന്നത്. ശിഷ്യനായിട്ടില്ല. ശിഷ്യനാവുന്ന ഭാഗമായത്. അതുകൊണ്ട് ഗുരുശിഷ്യ സംവാദരൂപമായ ഭഗവത്ഗീതയുടെ ശിഷ്യത്വപ്രാപ്തി എന്നുള്ള പ്രഥമ തലമാണിത്. ഭഗവത്ഗീതയാകട്ടെ സമസ്ത വേദാർത്ഥസാര സംഗ്രഹഭൂതമാണ്. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം.
സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഇവിടെ കാർപ്പണ്യം എന്നുള്ളതിന് വേദാന്ത സമ്മതമായ അർത്ഥം പറയണം. അതെന്താ? യോവാ അരേ ഗാർഗി ഏതദക്ഷരമവിദിത്വാ അസ്മാ ലോകാത് പ്രൈതി സകൃപണഃ. അല്ലയോ ഗാർഗി, യാജ്ഞവൽക്യ മഹർഷി ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്ന ഭാഗമാണ്. അല്ലയോ ഗാർഗി, ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച് വസിച്ചിട്ടും ആരാണോ അജ്ഞാനിയായി നശിച്ചു മരിച്ചു പോണത് അവൻ കൃപണനാണ്. മനുഷ്യനായി ജനിച്ച് വസിച്ചിട്ടും നാശരഹിതമായ തത്വത്തെ അറിയുന്നില്ലെങ്കിൽ അവൻ കൃപണനാണ്. അപ്പൊ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടുകൂടിയവൻ. എന്താ നമ്മുടെയൊക്കെ സ്വഭാവം? ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ, നമ്മുടെ സ്വഭാവം എന്താണെന്ന്. എന്താ നമ്മുടെ സ്വഭാവം? സംശയമൊന്നുമില്ല, നമ്മുടെ സ്വഭാവം ആനന്ദമാണ്. ഇതറിയാതെ നമ്മൾ സുഖം തേടി അങ്ങും ഇങ്ങൊക്കെ അലയ്യ. അവിടെ പോയാൽ സുഖം കിട്ടും, ഇവിടെ പോയാൽ സുഖം കിട്ടും, അതിനെ കിട്ടിയാൽ സുഖം കിട്ടും എന്നും വിചാരിച്ച് നമ്മൾ പലതിൻ്റെ പിന്നാലെ നെട്ടോട്ടോ നെടുനെട്ടോട്ടോ ഓടുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ സ്വഭാവം ആനന്ദമാണ്. ഇതിനേറെ വിചാരമൊന്നും ആവശ്യമില്ല. അല്പം സത്യസന്ധമായൊന്ന് വിലയിരുത്തിയാൽ മതി നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാണെന്ന്. അടുത്ത് ഭർത്താവോ ഭാര്യയോ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കള്ളം പറയരുത്, സത്യമേ പറയാവൂ. നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാ? സത്യം പറഞ്ഞാൽ കുടുംബമൊന്നും തകരാൻ പോകുന്നില്ല. അങ്ങ് പറഞ്ഞേക്കുക നമ്മളോട് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി ഭർത്താവിന് എന്ത് തോന്നും, ഭാര്യയ്ക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോടാണ്. ഏത് നമ്മളോട്? കർമ്മേന്ദ്രിയങ്ങളല്ലാത്ത, ജ്ഞാനേന്ദ്രിയങ്ങളല്ലാത്ത, അന്ധക്കരണമല്ലാത്ത നമ്മളോട്. അതുകൊണ്ടാണല്ലോ താൻ നിലനിൽക്കാൻ കാലോ കയ്യോ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാവുന്നത്. താൻ നിലനിൽക്കാൻ അത്യാവശ്യമെന്ന് വന്നാൽ കണ്ണുപോലും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. താൻ നിലനിൽക്കാൻ വേണ്ടി വന്നാൽ, അത്യന്തം അനിവാര്യമാണെങ്കിൽ മാനസിക ഭ്രാന്തി പോലും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. സംശയമൊന്നുമില്ല. ഇവയൊന്നുമല്ലാത്ത തന്നോടാ തനിക്ക് ഏറ്റവും സ്നേഹം. അപ്പൊ താൻ ആനന്ദമല്ലേ? ഈ താൻ ഒറ്റയ്ക്കാവുമ്പോഴല്ലേ ദിവസവും നമുക്ക് ആനന്ദം അനുഭവപ്പെടാറ്? ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമുണ്ട്, ഇഷ്ടപ്പെട്ട ആളോട് കൂടിച്ചേർന്നിരിക്കുമ്പോൾ സുഖമുണ്ട്, ഇഷ്ടപ്പെട്ട ഭോഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സുഖമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ആനന്ദമില്ല. ആനന്ദം ഒറ്റയ്ക്കാവുമ്പോഴാ. ആരുമില്ലാത്ത ഗാഠനിദ്രയിൽ എൻ്റെ എല്ലാ ഉപാധികളും പിൻവലിഞ്ഞ് ഞാൻ ഞാനായിരിക്കുമ്പോഴാ എനിക്ക് ആനന്ദം. ഇതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. അവിടെ അമ്മയില്ല, അച്ഛനില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, കുട്ടിയില്ല, ഒന്നുമില്ല, ലോകമില്ല. ലോകമുണ്ടെങ്കിൽ സുഷുപ്തിയില്ല. സുഷുപ്തിയിലാണ് ഏവർക്കും ആനന്ദം. അപ്പം നമ്മൾ ആനന്ദമല്ലേ? അതെ, ആനന്ദമാണ്. ചോദിക്കട്ടെ, ഞാൻ ഉണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും ഇല്ലേ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ ഉണ്ടോന്ന്? ഉണ്ടോ എന്നുള്ള സംശയം ആർക്കും ഇല്ല, ഇല്ല എന്നുള്ള അറിവും ആർക്കും ഇല്ല. ഉണ്ട് എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ എന്ത് ചോദിക്കുന്നില്ല. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ നപുംസകമാണ്, അല്ലെങ്കിൽ ഞാൻ വൃദ്ധനാണ്, യുവാവാണ്, യുവതിയാണ്, അതൊക്കെ പോട്ടെ, അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നു. അവിടെ 6 മാസം കഴിഞ്ഞൊരു കുട്ടിയാ. ആ കുട്ടിയെ കാണാനാ കാര്യമായിട്ട് അവിടെ പോയത്. ആ കുട്ടിയുടെ അമ്മയുണ്ട്.
അവൾക്ക് ഏകദേശം ഒരു 25 വയസ്സ് കാണും. അവളുടെ അമ്മ ഉണ്ട്, അവർക്കുണ്ട് ഒരു 52 വയസ്സ് കാണും. ഇവരുടെ ചുമരിൽ 2 ഫോട്ടോ ഉണ്ട്. 2 ഫോട്ടോയും ഒരു 6 മാസം തോന്നിക്കുന്ന കുട്ടിയുടെ ഫോട്ടോയാ രണ്ടും. ഇതിലൊരു ഫോട്ടോ കണ്ട് ഈ കൊച്ചു കുഞ്ഞിൻ്റെ അമ്മമ്മ ചോദിച്ചു, സ്വാമിജി അത് മനസ്സിലായ ആരാന്ന്? ഇല്ല, അത് ഞാനാ. ഓ സന്തോഷം. അടുത്തത് അത് മോളാ. സന്തോഷം. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വെളുതും കൂടിയും വെക്കാലോ? വെക്കണം. ശരി. എന്താ സ്വാമി പറയണത്? അസ്സലായിട്ടുണ്ട്, അമ്മയുടെ ഫോട്ടോ ഉഷാറായിട്ടുണ്ട്, ഏറ്റവും നന്നായത് ഈ അമ്മയുടെ ഫോട്ടോ. എന്തൊരു സന്തോഷം അവർക്ക്. ഏറ്റവും നന്നായത് ഈ അമ്മയുടെ ഫോട്ടോ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ 50 കൊല്ലമായിട്ട് ഒരു കേടും കൂടാണ്ടുണ്ടല്ലോ, 55 കൊല്ലമായിട്ടും. ഇത്രയും നല്ല സ്റ്റുഡിയോ വർക്ക് അന്നത്തത്, ഒരു കേടുമില്ല. ഇപ്പോഴത്തെ രണ്ടാമത്തത് കുറച്ച് കുത്തമ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ കുട്ടിയുടെ വന്നൊരു 6 മാസം കൊണ്ട് തന്നെ അത് ഫേഡ് ചെയ്ത് പോവുകയും ചെയ്യും. നോക്കൂ, എന്തെങ്കിലും സാമ്യമുണ്ടോ ആ 6 മാസമുള്ള പിഞ്ചു കുഞ്ഞും ഈ 55 വയസ്സിലധികമുള്ള ഈ അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ? ഒരു സാമ്യവും ഇല്ല. എന്നല്ല, ആ 2 ഫോട്ടോയും കണ്ട ഒരു കുട്ടിയാന്ന് തോന്നും. പക്ഷേ ഇത് ഞാനാണെന്ന് പറയുന്ന ആ അമ്മയ്ക്കുള്ളിൽ യാതൊരു സംശയവുമില്ല, ഇത് ഞാനുണ്ട്. കാലത്തിനതീതമായി ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എത്ര തന്നെ മാറ്റങ്ങൾ ഈ ശരീരസംഘാതത്തിന് വരട്ടെ, പക്ഷേ ഞാനുണ്ട്, സംശയമില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ എത്ര വിലക്ഷണമോ ആകട്ടെ, ഞാനുണ്ട്, സംശയമില്ല. ഞാൻ ഉണ്മയാണ്, സത്താണ്. അപ്പൊ എനിക്കിപ്പോ ഒരു പേരായി, ഞാൻ ആനന്ദമാണ്, ഞാൻ സത്താണ്. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളെയൊക്കെ ഞാൻ അറിയുന്നുവല്ലോ, അറിയുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളെ ഞാൻ അറിയുന്നുവല്ലോ, ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ അറിയുന്നവനല്ലേ? അതെ, ഞാൻ അറിയുന്നവനാണ്. അല്ലെന്ന് പറഞ്ഞേക്കരുത്. ഒരിക്കലും അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സ്വാമി പ്രസംഗിക്കുമ്പോൾ ഒക്കെ ശരി തന്നെ, എനിക്കൊരറിവൊന്നുമില്ല എന്ന്. ഈ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അറിവില്ലെന്ന്? അറിവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അപ്പം അമ്മ അറിവില്ലാത്തത് അറിവിൻ്റെ സ്വരൂപമോ? അറിവിൻ്റെ സ്വരൂപമാണ്, അറിവില്ലാത്തവളല്ല. അറിവുള്ളവരാണല്ലോ അറിഞ്ഞത് അറിയില്ല എന്ന്. അല്ലെങ്കിൽ എങ്ങനെ അറിയില്ലെന്ന് അറിയാൻ കഴിയും? അറിവാണ്, അറിവില്ലായ്മയല്ല നമ്മുടെ സ്വരൂപം. അതിന് ശാസ്ത്രത്തിലൊരു പേരുണ്ട്, ചിത്ത, ശുദ്ധജ്ഞാനം. ഈ സത്തും ചിത്തും ആനന്ദവുമാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ അജ്ഞാനം കൊണ്ടിത് തിരിച്ചറിയുന്നില്ല. ആ അവസ്ഥയെയാണ് കാർപ്പണ്യദോഷോപഹത സ്വഭാവ. സച്ചിദാനന്ദ ഭാവം അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ധർമ്മസമ്മൂഢചേതാ, ധർമ്മസമ്മൂഢ ചിത്തനായിരിക്കുന്നു ഞാൻ. കർത്തവ്യമെന്ത് അകർത്തവ്യമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തൻ്റെ മുന്നിൽ വന്ന സാധ്യതകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു. അതുകൊണ്ട് യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ, ഈ രണ്ടിൽ വെച്ച് ഏതാണോ എനിക്ക് ശ്രേയസ്കരമായത് അത് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. ശ്രദ്ധിക്കണേ, ധർമ്മസമ്മൂഢത നമുക്കൊക്കെ വരും. കർത്തവ്യമെന്ത് അകർത്തവ്യമെന്തെന്നറിയാതെ ഉഴറുന്ന സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും, വന്നേ മതിയാവും. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും സ്വയം നിഗമനങ്ങളിലെത്തി അപകടങ്ങളിൽ ചാടരുത്. അഥവാ സമാനന്മാരുമായി ചർച്ച ചെയ്ത് പരിഹാരത്തെ തേടരുത്.
പിന്നെന്ത് വേണം? അവിടെ വിദ്വാൻമാരോട് ചോദിച്ച് എന്താണ് എൻ്റെ കർത്തവ്യമെന്ന് നിശ്ചയിക്കണം. അതാണ് ജീവിത വിജയത്തിലേക്കുള്ള മാർഗം. അഥ യദി തേ കർമ്മ വിജിഗിത്സാ വാ വൃത്ത വിജിഗിത്സാ വാ സ്യാദ് ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലോക്ഷാ ധർമ്മകാമാ സ്യുഃ. എത്ര സ്പഷ്ടമായിട്ടാണ് നമ്മളോട് ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന വിഷയത്തിൽ സംശയം വന്നാൽ നീ സ്വയം നിഗമനത്തിലെത്തരുത്. നിന്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിഗമനത്തിലെത്തരുത്. കൂട്ടുകാരൊരിക്കലും നമുക്ക് ദോഷം ഉപദേശിച്ചു തരില്ല. പക്ഷേ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു തരുന്ന മാർഗം പലപ്പോഴും നമ്മൾ അവലംബിച്ചാൽ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? അവിടെ വിദ്വാൻമാര് രൂക്ഷസ്വഭാവികളല്ലാത്തവരും ധർമ്മകാമന്മാരും സമാഹിതന്മാരും മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം ജീവിക്കുന്നവരല്ലാത്തവരും ആയ വിദ്വാൻമാരോട് പോയി സംശയം ചോദിക്കൂ, എന്നിട്ട് നീ തീരുമാനത്തിലെത്തൂ എന്നാണ് വേദം പറയുന്നത്. ഇത് ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ഇന്ന് തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അബദ്ധ നിഗമനത്തിലെത്തിപ്പോകുന്ന വ്യക്തികൾ, ഇതിനൊക്കെ നമ്മൾ അപഗ്രഥിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഉഴറുന്ന സന്ദർഭങ്ങളിൽ അവർ പലപ്പോഴും സ്വയം നിഗമനങ്ങളിൽ എത്തിയവരായിരിക്കാം, വിദ്വജനങ്ങളോട് ഉപദേശം തേടാത്തവരായിരിക്കാം എന്നുള്ളത്. ഏതായാലും അർജുനൻ ഇവിടെ ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ചു. ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ. എന്താണ് ശ്രേയസ് എന്ന് വെച്ചാൽ അത് ഉപദേശിച്ചു തരൂ. ശ്രേയസ്, മനുഷ്യന്റെ മുമ്പിൽ ശ്രേയസിന്റെയും പ്രയസിന്റെയും മാർഗങ്ങളുണ്ട്. പ്രിയതമങ്ങളായ വിഷയങ്ങളുടെ താത്കാലിക സുഖഭോഗങ്ങളുടെ മാർഗങ്ങളാണ് പ്രയസിൻ്റെത്. അത് ആകർഷണീയമാണ്. വരൂ വരൂ എന്ന് മാടി വിളിക്കുന്നതാണ്. എന്നാൽ ജീവിതത്തിൽ ആത്യന്തികമായ കൃതാർത്ഥതയിലേക്ക് നമ്മളെ നയിക്കുന്നത്, സർവ ആവശ്യകതകൾക്കും ഉപരി തൻ്റെ പരിപൂർണ ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്, അതാണ് ശ്രേയസിന്റെ മാർഗം. ഈ ശ്രേയസ് എന്താണ്? എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ചു പറഞ്ഞു തരൂ. നിശ്ചിതം ബ്രൂഹി, നിശ്ചയിച്ചുറപ്പിച്ചു പറഞ്ഞു തരൂ. നമ്മൾ എന്തിനാ ഗുരുനാഥനെ പ്രാപിക്കുന്നേ? എന്തിനാ ഗുരുവെ പ്രാപിക്കുന്നേ? അങ്ങനെയാവാം ഇങ്ങനെയാവാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ അത് ചെയ്തോളൂ, ഇത് വേണമെങ്കിൽ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു തരാനല്ല ഗുരു. ഇത് ചെയ്യൂ, ഇതാണ് നിന്റെ കർത്തവ്യം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരാനാണ് ഗുരു. ശ്രദ്ധിക്കുക. നിശ്ചിതം ബ്രൂഹി തന്മേ, നിശ്ചയിച്ചുറപ്പിച്ച് എന്നോട് പറഞ്ഞു തരൂ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാ പ്രപന്നം മാം. നിന്നിൽ പരിപൂർണമായി സമർപ്പിച്ചിട്ടുള്ള എന്നോട് ബ്രൂഹി, നീ പറഞ്ഞു തരൂ. ശിഷ്യസ്തേഹം, ഞാൻ നിന്റെ ശിഷ്യനാണ്. ശ്രദ്ധിക്കണേ, നിന്റെ ശിഷ്യനാണെന്നും പറഞ്ഞ് കാൽക്കൽ വീണു അർജുനൻ ഭഗവാന്റെ. പക്ഷെ ഭഗവാൻ ഒരിടത്തും നീ എൻ്റെ ശിഷ്യനാന്ന് പറഞ്ഞിട്ടില്ല. നീ എൻ്റെ പ്രിയപ്പെട്ടവനാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ സഖാവാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശിഷ്യനാണ് നീ എന്ന് പറഞ്ഞിട്ടില്ല. ശിഷ്യനുള്ളവൻ ഗുരുവല്ല, ഗുരുവില്ലാത്തവൻ ഒട്ട് ശിഷ്യനുമല്ല. ശിഷ്യൻ എപ്പോഴും ഗുരുവുണ്ട്, ഗുരുവിനൊരിക്കലും ശിഷ്യനില്ല. അത് ഓർമ്മിക്കുക. ശിഷ്യനുള്ളവൻ ഗുരു അല്ല, ലഘുവാ, ഉറപ്പിച്ചോളാം, സംശയിക്കണ്ട. ശിഷ്യൻ എപ്പോഴും ഗുരുവുണ്ട്, ഗുരുവിനൊരിക്കലും ശിഷ്യനില്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പല ചൂഷണങ്ങളിലും പോയിപ്പെടും. ശരി, ഇരിക്കട്ടെ.
ഇവിടെ ശ്രേയസ്, ആത്യന്തിക ദുഃഖ നിവൃത്തി, ആത്മജ്ഞാനം മാത്രമാണ് അതിനുള്ള മാർഗം. ജ്ഞാത്വാ തം മൃത്യുമത്യേതി വിദിത്വാ അമൃതത്വമേതി ജ്ഞാനാദേവതു കൈവല്യം തരതിശോകമാത്മവിത് എന്ന് തുടങ്ങി നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ ഈ സത്യത്തെ വിളിച്ചോതുകയാണ്. ആത്മജ്ഞാനം മാത്രമാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തിക്കുള്ള മാർഗം. അതുകൊണ്ട് ആത്മജ്ഞാനോപദേശം വേണം അർജുനന് നൽകാൻ നിശ്ചയിച്ചു ഭഗവാൻ. അങ്ങനെ ആത്മജ്ഞാനോപദേശം നൽകിക്കൊണ്ട് ധാർമ്മിക തലത്തിലേക്ക് കൂടി ഉപദേശത്തെ ഇറക്കിക്കൊണ്ടുവരാം. എന്നിട്ട് അർജുനനെ കർമ്മസന്നദ്ധനാക്കി തീർക്കാം. ഏതൊരു കർത്തവ്യം അർജുനൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിനെ അർജുനന് മധ്യേ മധ്യേ ബോധിപ്പിക്കാം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് സമസ്ത വേദാന്തത്തിൻ്റെയും സാരഭൂതമായ ഉപദേശം അർജുനന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. എന്താണോ ഇത്? നീ ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് ദുഃഖിക്കുന്നു, അതേ സമയത്ത് വലിയ വിദ്വാനെ പോലെ പ്രസംഗിക്കുന്നു. ഇത് രണ്ടും കൂടി യോജിക്കില്ല. നീ വിദ്വാനാണെങ്കിൽ ദുഃഖിക്കാതിരിക്കൂ, ദുഃഖിക്കുന്നുവെങ്കിൽ വിദ്വാനെ പോലെ പ്രസംഗിക്കാതിരിക്കൂ. ഇത് രണ്ടും കൂടി യോജിക്കില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചും മരിച്ചവരെ സംബന്ധിച്ചും വിദ്വാൻമാര് ദുഃഖിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ദുഃഖം വ്യർത്ഥമാണ്, അഥവാ നിന്റെ പ്രസംഗം വ്യർത്ഥമാണ്. രണ്ടിലൊന്ന് വ്യർത്ഥമാണ്. എന്തുകൊണ്ട് വിദ്വാൻ ദുഃഖിക്കുന്നില്ല? അവിടെ ഭഗവാൻ വിസ്തൃതമായ ഉപദേശം ആരംഭിക്കുന്നു. ആത്മാവ് ജന്മമരണരഹിതമാണ്, ഏകമാണ്, അദ്വിതീയമാണ്. തൻ്റെ സ്വരൂപം ഒരിക്കലും നശിക്കുന്നതല്ല. ശരീരം ജനിച്ചതാണ്, അതുകൊണ്ട് തന്നെ നശിക്കുന്നതാണ്. പ്രാണങ്ങളാവട്ടെ, ഇന്ദ്രിയങ്ങളാവട്ടെ, മറ്റുപാധികളാവട്ടെ, ഇതൊക്കെ എൻ്റെതാണ്, ഞാനല്ല. ഞാൻ കേവലമായ ആത്മസ്വരൂപമാണ്. അത് ജന്മമരണങ്ങൾക്കെല്ലാം ഉപരിയാണ്. ഈ ഒരു തിരിച്ചറിവ് ഏതൊരു വിദ്വാനിൽ എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ അയാൾ സർവ്വ ദുഃഖങ്ങൾക്കും ഉപരിയെത്തുന്നു. എന്നല്ല, ഒരിക്കലും നശിക്കാത്തതും സദാ ഏകരൂപവുമായ ആത്മാ സ്വരൂപമെന്നറിയുന്നവൻ അവൻ സർവകർമ്മങ്ങൾക്കും ഉപരിയെത്തുന്നു. അവനൊന്നും ചെയ്യുന്നില്ല, ഒട്ട് ചെയ്യിക്കുന്നില്ല. അവൻ സ്വരൂപസ്ഥിതനായിരിക്കുന്നു. അവൻ തന്നിൽ താനായി സ്വസ്ഥനായി അമരുന്നു. അതുകൊണ്ട് ഹേ അർജുന, ഈ ആത്മസ്വരൂപം കത്തികൊണ്ട് മുറിക്കപ്പെടുന്നില്ലെന്നും അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കപ്പെടുന്നില്ലെന്നും ജലം കൊണ്ട് നനയ്ക്കപ്പെടുന്നില്ലെന്നും വായു കൊണ്ട് ഉണക്കപ്പെടുന്നില്ലെന്നും നീ മനസ്സിലാക്കി. യാതൊരു ഭൂതവികാരവും സത്യത്തിൽ തന്നിലില്ലെന്ന് മനസ്സിലാക്കി. താൻ കേവല സച്ചിദാനന്ദ സ്വരൂപമാണെന്ന ബോധത്തിൽ കഴിയൂ. എന്നാൽ ഒരു ദുഃഖവും നിന്നെ ബാധിക്കില്ല. നീ സർവ ദുഃഖങ്ങളെയും ഈ ലോകത്തിൽ അതിക്രമിച്ച് മുക്തനായി ഭവിക്കും. ശ്രദ്ധിക്കുക, മുക്തി മരണാനന്തരമല്ല. മരിച്ച ശേഷം ലഭിക്കേണ്ടുന്ന എന്തോ ഒന്നല്ല മോക്ഷം. അത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചിട്ടുള്ള മോക്ഷം ആർക്ക് വേണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിച്ചെടുത്തോളൂ, എനിക്ക് വേണ്ട.
മരിച്ചിട്ട് മോക്ഷം അത്രേ. മരിച്ചിട്ട് മോക്ഷം ആരാ പറഞ്ഞ? മരിച്ചവനോ ജീവിച്ചിരിക്കുന്നവനോ? മരിച്ചവനാണെങ്കിൽ അവൻ മുക്തനോ ബദ്ധനോ? മുക്തനാണെങ്കിൽ അവൻ എന്തിനു വന്നു എന്ന് പറഞ്ഞുതരാം. മരിച്ചിട്ട് ഏതോ ലോകത്ത് പോകുന്നതാണ് മോക്ഷമെങ്കിൽ അല്ല. അത് ജീവിച്ചിരിക്കെ സർവ ദുഃഖങ്ങളിൽ നിന്നും സർവദ്വന്ദ്വങ്ങളിൽ നിന്നും ഉയർന്ന അവസ്ഥയാണ്. അത് കേവലമായ സ്വരൂപജ്ഞാനത്തിൽ നിന്ന്, സ്വരൂപബോധത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ദ്വന്ദ്വത്താലും ബാധിക്കപ്പെടാത്ത ജീവിത സ്ഥിതിയാണ്. ഇങ്ങനെ ജീവൻ മുക്തനായിരിക്കുന്ന ഒരു മഹാൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ നൽകിയ ഉപദേശത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച ഭാഗം. 25 ശ്ലോകം വരെയുള്ളതിൻ്റെ സാരമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. 26-ാം ശ്ലോകം മുതലാണ് നമ്മൾ നാളെ ശ്രദ്ധിക്കേണ്ടത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ ഉപദേശഭാഗങ്ങൾ മാത്രം നമുക്ക് ഒത്തൊരുമിച്ചൊന്ന് ചൊല്ലാം. ആദ്യം ചൊല്ലിത്തരാം, എന്നിട്ട് ചൊല്ലാം. എന്നിട്ട് നാളെ നമുക്ക് 26-ാം ശ്ലോകം തുടങ്ങാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം. ഇത്ര ആൾക്കാർ കൂടിയിട്ട് ഇത്ര ശബ്ദമേ ഉള്ളൂ. മഹാമോശാട്ടോ. ഇതൊക്കെ ഭഗവാൻ കേട്ടാലുണ്ടല്ലോ കളിയാക്കും നമ്മളെ. ഇത്രയും മുതലക്കുളം മൈതാനത്ത് ഇത്രായിരം ആൾക്കാർ ഒത്തുകൂടിയിട്ട് ഇത്ര ശബ്ദമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മഹാമോശ. ഒന്നുകൂടി നോക്കാം നമുക്ക്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ ന ത്വേവാഹം ജാതു നാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യത്തെ മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം തിതിക്ഷസ്വ ഭാരത യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി അന്തവന്ത ഇമേ ദേഹാഃ
നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യത്തെ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യത്തെ ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ വേദവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലോയം സനാതനഃ അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഇവിടെ എല്ലാ ദിവസവും നമ്മൾ ഗ്രന്ഥഭാഗത്തിന് തുല്യം പ്രാധാന്യം സംശയ നിവാരണത്തിനും നൽകുന്നു. രണ്ടും ചേരുമ്പോഴേ പരിപാടിയാവുള്ളൂ. അനേക വിഷയങ്ങൾ ആവാം സംശയ നിവാരണത്തിൽ. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ സതീഷ് വി കക്കോടി ഇങ്ങനെയൊരു ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് ചില ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഗ്രന്ഥം ശിവപാർവതി സങ്കല്പം എന്നുള്ളത് ഇവിടെ സമർപ്പിക്കണം. അങ്ങനെ ആ ഒരു പ്രകാശന ചടങ്ങാവണമെന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ട്. നമുക്കും ആശ്രമത്തിനും അതിൽ സമ്മതം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അത് സമ്മതാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ശ്രീ സതീഷ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഗ്രന്ഥം ഇവിടെ നൽകാം. അതോടുകൂടി അതിൻ്റെ പ്രകാശനായിട്ട് അത് പരിഗണിക്കപ്പെടാം. ഓം നമഃ ശിവായ. ശിവപാർവതി സങ്കല്പം, സതീഷ് വി, പാർവതി മണ്ണിൽ. ഏതായാലും സദ്വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയും
ശാസ്ത്രവിചാരത്തെ പ്രേരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന യുവഗ്രന്ഥകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളായി 7 വർഷമായിട്ട് ഈ ധർമ്മപ്രഭാഷണ പരമ്പരയോടനുബന്ധിച്ച് നമ്മൾ കേരളത്തിൽ ഏറ്റവും സാർത്ഥകമായി വേദാന്ത ശാസ്ത്ര പ്രചരണം ചെയ്യുന്ന ഒരു പണ്ഡിതനെ വേദാന്തരത്നം എന്നൊരു പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികപേർക്കും അറിയുന്നതാണത്. അങ്ങനെ നമ്മൾ പ്രഗത്ഭന്മാരായ 6 വിദ്വാൻമാരെ ഇതിനകം ഇവിടെ ആദരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അദ്വൈതാശ്രമം ഒരു തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി. ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെയാണ്. കേരളത്തിൽ വേദാന്തശാസ്ത്ര പ്രചരണം ചെയ്യുന്ന എന്നുള്ളത് മാറ്റി ദേശീയ തലത്തിൽ വേദാന്ത പ്രചരണം ചെയ്യുന്ന ഒരു പണ്ഡിതനെ ആദരിക്കുക എന്നാക്കി മാറ്റി. അത് ആലോചന ചെയ്ത ശേഷമാണ് ആ തീരുമാനം എടുത്തത്. അങ്ങനെ ഈ വർഷം മുതൽ വേദാന്തരത്നം പുരസ്കാരം മൊത്തം ദേശീയ അന്തർദേശീയ തലത്തിൽ വേദാന്ത പ്രചരണം ചെയ്യുന്ന ഒരു പണ്ഡിതനായിരിക്കും സമർപ്പിക്കുക. ആ തീരുമാനമെടുത്തപ്പോൾ ആദ്യത്തെ അപ്രകാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ആദ്യ പുരസ്കാരം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ശങ്കയും ഉണ്ടായിരുന്നില്ല. ഒറ്റ പേര് മാത്രമേ പൊന്തി വന്നുള്ളൂ, പരമപൂജനീയ ദയാനന്ദ സരസ്വതി സ്വാമികൾ. സ്വാമികളെപ്പറ്റി ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും ശക്തമായി വേദാന്തശാസ്ത്രം അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഒരല്പം പോലും വ്യതിചലനമില്ലാതെ വേദാന്തശാസ്ത്രത്തെയും അതിൻ്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് സുശക്തമായി സനാതനധർമ്മത്തെയും ഇത്ര പ്രചരിപ്പിക്കുന്ന മറ്റൊരു മഹാൻ ഇല്ലെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ശബ്ദം ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ശക്തമായി മുഴക്കുക മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിലും അതുപോലുള്ള ഒട്ടനവധി വേദികളിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ സനാതനധർമ്മത്തിൻ്റെ ശബ്ദം ഇത്ര ഉയർത്തിയ മറ്റൊരു മഹാനില്ല. ഇവിടെ സനാതനധർമ്മ പരിഷത്തിൻ്റെ ഭാഗമായി സ്വാമിജി ഇവിടെ കോഴിക്കോട് വരികയുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ 2-3 പ്രാവശ്യം IIM-ൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ വരികയുണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതായാലും കഴിഞ്ഞ ജൂൺ മാസത്തിൽ ശരീരത്തിന് കുറച്ചൊരു മാരകമായ രോഗസ്ഥിതിയിലേക്ക് ശരീരം പോയി. 2 ആഴ്ചയോളം വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. എങ്കിലും ഇപ്പം ദിവസവും 2 ക്ലാസ് എടുക്കുന്നുണ്ട്. ഇങ്ങനൊരു വിഷയം സ്വാമിജി അറിയിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഐ വിൽ കം ദർ എന്ന്. ഐ വിൽ ബി ദർ. നമ്മളാവുന്നത് പറഞ്ഞു, സ്വാമിജി വരരുത്, ഇന്നത്തെ അവസ്ഥയിൽ അങ്ങ് വരരുത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോകുന്നുണ്ട്, ഞാൻ ഡൽഹിയിൽ പോകുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഗോവയിൽ പോയി, പിന്നെ എനിക്ക് കോഴിക്കോട് വന്നാൽ എന്താ പ്രശ്നം? ഞാനതുകൊണ്ട് കോഴിക്കോട് ഉണ്ടാവും, കോഴിക്കോടത്തെ പൗരാവലിയുടെ മുമ്പിൽ ഞാൻ വന്ന് നിങ്ങളുടെ ഈ പുരസ്കാരം സ്വീകരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും താണുകയാണ് അപേക്ഷിച്ചു, സ്വാമി വരരുത്. ഒന്നും സ്വാമി കേൾക്കാതെ സ്വാമിയുടെ സേവകനെ വിളിച്ചു, ഡയറി എടുത്തു, കുറിച്ച് വെപ്പിച്ചു. 7-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോടെന്ന്. 6 മണിക്കല്ല, 7-ാം തീയതി കോഴിക്കോടെന്ന്. അപ്പോൾ സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു, എത്ര മണിക്കാ പ്രോഗ്രാം എന്ന്? നമ്മൾ പറഞ്ഞു 6 മണിക്ക്. അയ്യോ, ഞാൻ പറഞ്ഞ വാക്കെല്ലാം പിൻവലിച്ചു. കാരണം 4 വർഷമായിട്ട് ദിവസവും രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 9 മണിക്ക് അവിടെ തിരിച്ചെത്തില്ല. ഇപ്പോൾ സ്വാമി ഇപ്പോൾ അമേരിക്ക പോകും, ഓസ്ട്രേലിയ പോകും, എങ്ങനെയാണെന്ന് വെച്ചാൽ 9 മണിയാകുമ്പോൾ ഡയാലിസിസ് തുടങ്ങും, രാവിലെ 5 മണി വരെ. അങ്ങനെയാണ് ഡെയിലി. എന്നിട്ടാണ് ഈ യാത്ര മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ബൈ റോഡ് പോകുമ്പോൾ അത് സാധ്യമല്ല. കോഴിക്കോട് നിന്നാണെങ്കിൽ ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ കോയമ്പത്തൂരേക്ക്, അത് ഉച്ചയ്ക്കാണ്.
അപ്പോൾ ഒരു കാരണവശാലും വരാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ആശ്രമം തീരുമാനിച്ചത് 10-ാം തീയതി അവിടെ പോയി സ്വാമിജിയുടെ പാദങ്ങളിൽ ഈ പുരസ്കാരം സമർപ്പിക്കും. 12-ാം തീയതി ഇവിടെ എല്ലാവരും കാണുന്ന വിധത്തിൽ ആ പുരസ്കാര സമർപ്പണ ചടങ്ങ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ കാണിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരും ഇതിൽ പൂർണ്ണ മനസ്സായി ഒരു മനസ്സായി പങ്കുചേരുന്നവരായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, കൊളത്തൂർ അദ്വൈതാശ്രമം 92 ഒക്ടോബറിൽ ആരംഭിച്ചത് മുതൽ എല്ലാ മാസവും വേദാന്ത ക്ലാസ്സുകൾ, പ്രതിവർഷം ആധ്യാത്മിക അന്തര്യോഗം, ഉപനിഷത്ത് വിചാരസത്രം, സർവകലാശാലാതല വിദ്യാർത്ഥികൾക്കുള്ള പഠനസത്രം, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെ സ്ഥിരമായി താമസിച്ച് പഠിക്കുന്ന അന്തേവാസികൾക്കുള്ള സാമ്പ്രദായികമായ പഠന പദ്ധതിയുണ്ട്. അങ്ങനെ നിരവധി കാര്യക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പ്രസിദ്ധീകരണം, ഒരു മാസിക ആയിട്ട് ആരംഭിക്കണമെന്ന് 6-7 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നു. അതിനപേക്ഷിച്ചിരുന്നു. ആദ്യം നമ്മൾ സമർപ്പിച്ച പേരുകളൊക്കെ തള്ളിപ്പോയി. പിന്നെ വീണ്ടും പേരുകൾ സമർപ്പിച്ചു. അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ പേര് അംഗീകരിച്ചുകൊണ്ട് അറിയിപ്പ് വന്നത്. അതുകൊണ്ട് ഒട്ടും വൈകാതെ നമുക്കത് ആരംഭിക്കാൻ സാധിക്കും. അദ്വൈതാശ്രമം സത്സംഗം എന്ന പേരിൽ ഒരു മാസിക, വേദാന്ത പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേ സമയത്ത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് സമകാലിക സംഭവങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് 2 തരത്തിൽ ധാർമ്മിക തലവും വേദാന്ത തലവും സമകാലീന തലവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാസികയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ശങ്കരജയന്തിയോടനുബന്ധിച്ച് അത് പ്രകാശനം ചെയ്യണമെന്നാണ് സങ്കല്പിക്കുന്നത്. അതിലെല്ലാവരും പങ്കാളികളാവണം. നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് എത്ര പേരെ അതിൽ ചേർക്കാൻ കഴിയോ അത്ര പേരെയും ചേർക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ കാര്യങ്ങളത് മുന്നോട്ട് പോകൂ. അതിലെല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറയുന്നു. ഏപ്രിൽ 23-നാണ് ശങ്കരജയന്തി. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പ്രകാശനം, ഉദ്ഘാടനം സാധിക്കണം. അത് എല്ലാവരും അതൊന്ന് സങ്കല്പിക്കുക. അതിന് മറ്റ് വിവരങ്ങളൊക്കെ വഴിയെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം. അതാണ് മറ്റൊരു വിഷയം പറയാനുള്ളത്. അതിൽ വാർഷിക വരിക്കാരായി ചേരാനുള്ള സൗകര്യം ഈ പ്രഭാഷണ പരമ്പര നടക്കുമ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. അതുപോലെ ഇതുപോലൊരു സ്ലിപ്പ് നമുക്കെല്ലാവർക്കും കിട്ടും. ഇതിൽ പേര്, വിലാസം, മറ്റ് വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ളൊരു കടലാസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തുടർന്നുള്ള പരിപാടികളുടെ പ്രചരണത്തിന് ഇത്തരം ഇതിനൊക്കെ തന്നെ അത് ഉപകരിക്കും. അതെല്ലാവരും ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കണമെന്നും സാന്ദർഭികമായി പറയട്ടെ. ഏതായാലും നമുക്ക് സംശയ നിവാരണത്തിലേക്ക് കടക്കാം. എന്തും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ മാത്രമേ മറുപടിയുള്ളൂ. അറിയില്ലാച്ച സുഖം, അറിയില്ല പറയാൻ. (2013) ഏപ്രിൽ 14 ഞായറാഴ്ച വിഷു ദിവസമായിരുന്നു. 15 തിങ്കളാഴ്ച MG യൂണിവേഴ്സിറ്റിയുടെ അധീനത്തിലുള്ള കോളേജിൽ പരീക്ഷ വെച്ചിരുന്നു. എൻ്റെ മകൾക്ക് വിഷു ദിനത്തിന് പോലും വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ സമുദായമായ നമ്മൾക്ക് സംസാരിക്കാൻ പോലും ഒരാളും ഇല്ലാത്തതായി വളരെ സങ്കടമായി തോന്നുന്നു. ഇതിന് സ്വാമിയുടെ അഭിപ്രായം എന്താണ്? 14-നാണ് വിഷു. വിഷുവിൻ്റെ പിറ്റേന്നാണ് പരീക്ഷ വെച്ചത്. വിഷുവിന് ഒഴിവ് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ എന്താ അഭിപ്രായം പറയുക? അല്ല, വിഷുവിൻ്റെ പിറ്റേന്നും അവധി വേണമെന്നാണോ? ഇതിലിപ്പോൾ എന്താ ചിദാനന്ദപുരി സ്വാമി പ്രതികരിക്കുക? ഒന്നും പ്രതികരിച്ചിട്ട് പ്രയോജനമില്ല.
നേരെ മറിച്ച് വിഷുവിന് ഒഴിവില്ല, പരീക്ഷ വെച്ചു വെച്ചാൽ നമുക്കിവിടെ ഇരുന്ന് ശക്തമായിട്ട് കുറേ ആശയങ്ങളൊക്കെ പറയാമായിരുന്നു. ഇത് പിറ്റേന്നല്ലേ, അപ്പൊ എങ്ങനെയാ അതിന് ദോഷം പറയുക? അതുകൊണ്ട് മോളോട് പറയുക, വിദ്യാർത്ഥിയുടെ പ്രഥമധർമ്മം പഠനമാണ്. അതുകൊണ്ട് മോളെ നന്നായി പരീക്ഷ എഴുതൂ, നന്നായി പരീക്ഷ വിജയിക്കൂ, നല്ലോണം. കാരണം വിദ്യാർത്ഥിയുടെ പ്രഥമധർമ്മം പഠനമാണ്. എന്നാലേ ഈ വിഷു നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് വ്യക്തിപരമായി നമ്മുടെ അഭിപ്രായം. പിറ്റേന്ന് അവധി വേണം. സത്യം തുറന്നു പറയട്ടെ, നിങ്ങൾ എത്ര പേര് യോജിക്കുന്ന അറിയില്ല, ഈ അവധി സങ്കല്പത്തോട് നമുക്ക് വലിയ വിരോധമാണ്. നമ്മൾ അത്രയും രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുക വേണ്ടത്. എപ്പോഴാണോ രോഗം, ക്ഷീണം തുടങ്ങിയവ ഉണ്ടാവുന്നത് അന്ന് അവധി എടുക്കുക. ഈ അവധി എന്നുള്ള സങ്കല്പം നമുക്ക് ഭാരതീയമായിട്ടുള്ളതല്ല. 6 ദിവസം കൊണ്ട് ദൈവം ലോകം സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്നുള്ളത് എബ്രഹാമിക് മതങ്ങളിലെ സങ്കല്പമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഹോളിഡേ എന്നൊരു സങ്കല്പം വൈദികമല്ല, ഭാരതീയമല്ല, തീർത്തു പറയാൻ പറ്റും. അത് എബ്രഹാമിക് മതങ്ങളുടെ പിന്തുടർച്ചയായിട്ട് വന്നതാണ്. യഹൂദ, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളാണ് എബ്രഹാമിക് മതങ്ങൾ. ചിലപ്പോൾ അതിനെ സെമിറ്റിക് എന്നും പറയാറുണ്ട്. ഭാരതീയമായ വീക്ഷണം അനുസരിച്ച് എന്നും പണിയെടുക്കുക. ക്ഷീണം വരുമ്പോ, രോഗം വരുമ്പോ അപ്പൊ അവധി എടുത്തോളുക. ഈ കണ്ടതിനും പിടിച്ചതിനൊക്കെ ഹോളിഡേ പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ തെറ്റായൊരു കീഴ്വഴക്കമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്കൂളിൽ ജോലി ചെയ്യണവർ ഒന്ന് ഈ കൂട്ടത്തിൽ ടീച്ചർമാർ ആലോചിക്കുക. 360 ദിവസം ശമ്പളം വാങ്ങുന്നുണ്ട്, പണിയെടുക്കണതോ? ഈ 360 ദിവസവും നമ്മൾ പണിയെടുക്കണ്ടേ? അപ്പോഴല്ലേ രാഷ്ട്രത്തിന് അതിൻ്റെ മികവുണ്ടാവും. അതുപോലെ മറ്റു ജോലിക്കാരാലോചിച്ച് നോക്കൂ. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായി പോകുന്നു. അമ്മ നമ്മളെ പെറ്റു, പോറ്റി, ഈ വലുപ്പാക്കി. ഇനി നമുക്ക് അവകാശമാണോ അമ്മയിൽ നിന്ന്? അല്ല, അമ്മയോട് ബാധ്യതയാണോ? രാഷ്ട്രത്തോട് നമ്മുടെ ബാധ്യതയല്ലേ മുഖ്യം? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും വിയോജിപ്പുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ യോജിച്ചാലും കൊള്ളാം, വിയോജിച്ചാലും കൊള്ളാം. ചിദാനന്ദപുരസ്വാമിയോട് ചോദിക്കുമ്പോൾ ചിദാനന്ദപുരസ്വാമിയുടെ സങ്കല്പം മറുപടിയായിട്ട് വരും. നിങ്ങൾക്ക് അനുകൂലമാവാം, പ്രതികൂലമാവാം. നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, മുതലാളി സംഘടനകളൊക്കെ നമുക്കുണ്ട്. ഒക്കെ അവകാശങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാനാണ്. പോയി 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 ആധ്യാത്മിക പ്രഭാഷക സംഘടന വരെയുണ്ട്, പുരാണ പാരായണ സംഘടന വരെയുണ്ട്. ഉണ്ട് കേരളത്തിൽ, വെറുതെ പറയല്ല. എല്ലാവരും പഠിപ്പിക്കുന്നത് അവകാശങ്ങളെക്കുറിച്ചാണ്. ചെറിയൊരു ചോദ്യം സ്വയം ചോദിക്കുക. അവകാശങ്ങളെക്കാൾ പ്രധാനമല്ലേ ബാധ്യതകളും കർത്തവ്യങ്ങളും? നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെ, നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെ, അതല്ലേ കൂടുതൽ ചിന്തിക്കേണ്ടത്. ശരി, ചർച്ചയ്ക്ക് വിടുന്നു. ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും, ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും, നക്ഷത്രങ്ങളാകട്ടെ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും, പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും തിരിയുന്നു. ഈ പ്രപഞ്ചം എന്നുണ്ടായി, എങ്ങനെയുണ്ടായി, എന്തിനുണ്ടായി? What is the purpose of creation? If God had created it, why God had created the universe? ഇവിടെ ഉപനിഷത്തിലൊരു വാക്യമുണ്ട്, അതിപ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസി തസ്മാത്തേഹം ബ്രവീമി എന്ന്.
ഇത് പ്രശ്നോപനിഷത്തിലാണ് ഈ മന്ത്രം വരുന്നത്. അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചു ഒരു ശിഷ്യൻ. ഗുരുനാഥൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു. അപ്പോ രണ്ടാമത്തെ ശിഷ്യൻ പ്രാണസംബന്ധിയായിട്ട് ചോദ്യം ചെയ്തു. അതിന് ഗുരുനാഥൻ മറുപടി പറഞ്ഞപ്പോ മൂന്നാമതൊരു ശിഷ്യൻ കടന്നു വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിച്ച പ്രാണൻ എവിടുന്നുണ്ടായി, എങ്ങനെ വിഭജിക്കപ്പെട്ടു, എങ്ങനെ ബാഹ്യമായി ഇതിനെ ധരിക്കുന്നു, എങ്ങനെ ആന്തരികമായി ഇതിനെ ധരിക്കുന്നു എന്നൊക്കെ. അതിന് മറുപടിയായിട്ട് ഗുരു പറഞ്ഞ വാക്യമാണ്, നീ കുറച്ച് കടന്ന് ചോദിക്കുന്നല്ലടാ, അതിപ്രശ്നാൻ പൃച്ഛസി, നീ കുറച്ച് അതീത്യ പൃച്ഛസി, നീ കുറച്ച് കടന്ന് ചോദിക്കുന്നു, കുറച്ച് കടന്നിട്ടാ നിന്റെ ചോദ്യം. എന്നാലും സാരമില്ല, ബ്രഹ്മിഷ്ടോസി, നീ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ളവനാ, നല്ല ബുദ്ധി സാമർഥ്യമുള്ളവനാ, അതെനിക്ക് മനസ്സിലായി. തസ്മാത്തേഹം ബ്രവീമി, അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയുന്ന ഒരു ഭാഗമാണ് ഓർമ്മ വരുന്നത്. കാരണം ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഇവിടെ ആദ്യ ഭാഗം ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും, ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും, നക്ഷത്രങ്ങൾ നക്ഷത്ര സമൂഹത്തിന്റെ കേന്ദ്രസ്ഥാനത്തിന് ചുറ്റും. കഴിഞ്ഞോ? കഴിഞ്ഞോ? നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് മറ്റെന്തിനു ചുറ്റുവാ? വേറെന്തോന്നിനെ ചുറ്റണം? ഇപ്പം നമ്മളത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതില്ലെന്ന് പറഞ്ഞുകൂടാ. കാരണം അനന്തകോടി ബ്രഹ്മാണ്ട ജനനിയെ നമ്മൾ നമിക്കാറുണ്ട്, അനേക കോടി ബ്രഹ്മാണ്ട നായകനെ നമ്മൾ നമിക്കാറുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്ര സമൂഹം, ഗാലക്സി എന്ന് നമ്മൾ പറയുന്നത് മറ്റെന്തോ ഒന്നിന്റെ ഘടകമാണ്. അത് മറ്റെന്തോ ഒന്നിന്റെ, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇവിടെ എല്ലാം ഒരു നിയമമുണ്ട്. ആ നിയമത്തെ ഉപനിഷത്ത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. യാഥാ തഥ്യതോ അർത്ഥാൻ വ്യദധാത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ്. എന്താണ് ധർമ്മം എന്നുള്ളതിനെ ഇത്ര നന്നായി പറയുന്ന മറ്റൊരു മന്ത്രം കാണില്ല. യാഥാ തഥ്യതഃ അർത്ഥാൻ വ്യദധാത്. എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും വിഭജിച്ചു വച്ചിരിക്കുന്നു. എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും വിഭജിച്ചു വച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം, ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. അണു മുതൽ ബ്രഹ്മാണ്ടം വരെ ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. അണുവേക്കാൾ സൂക്ഷ്മമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ചിന്തിക്കാം, വിരോധമില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ ചെറിയൊന്നിനെ പറഞ്ഞു, അണു, ഒരാറ്റം. ഒരാറ്റം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചം വരെ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ആ വ്യവസ്ഥയെ ആരും ലംഘിക്കുന്നില്ല. ആ വ്യവസ്ഥയാണ് ഈ പറഞ്ഞത്, ഈ കറക്കവും ഈ നിലനിൽപ്പും. അത് ഈശ്വരീയമാണ്. അത് ഈശ്വരീയമാണ്. അതിനെക്കുറിച്ച് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യാചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠതഃ. നോക്കൂ ഗാർഗി, ഈ നാശരഹിതമായ നിയമത്തിന്റെ കീഴിൽ, ഈ നാശരഹിതമായ നിയമത്തിന് വിധേയമായി സൂര്യനും ചന്ദ്രനുമെല്ലാം വിശേഷേണ ധരിക്കപ്പെടുന്നു. നീ മനസ്സിലാക്കൂ, ഈ പ്രപഞ്ചത്തിലൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണ് എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നത്. ആ നിയമത്തിന് പറയുന്ന പേരാണ് ധർമ്മം. ധർമ്മത്തിൻ്റെ നിയാമകന് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. ധർമ്മസ്യ പ്രഭുരച്യുത, നാശരഹിതമായ ഈശ്വരൻ. ഈശ്വരീയമായ നിയമത്തിൽ ഇതെല്ലാം ചലിക്കുന്നു. അപ്പോഴാണ് ചോദ്യം, ഇതെങ്ങനെ ഉണ്ടായി? നോക്കൂ,
ഈ ഈശ്വരീയമായ നിയമക്രമത്തിനനുസരിച്ച് ചലിക്കുന്ന പ്രപഞ്ചം പുതുതായിട്ടുണ്ടാവുന്നതല്ല, ഒട്ടാത്യന്തികമായി നശിക്കുന്നതുമല്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് പ്രകടീകരണവും തിരോഭാവവുമാണ്. ഓരോ കൽപ്പത്തിൻ്റെയും ആരംഭത്തിൽ പ്രകടീകൃതമാകും, ഓരോ കൽപ്പത്തിൻ്റെയും ഒടുവിൽ തിരോഭൂതമാകും. ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. ഇന്ന് നമ്മൾ പലതരം വ്യവഹാരങ്ങൾ ചെയ്തു. അങ്ങനെ വ്യവഹാരങ്ങളൊക്കെ ചെയ്ത് രാത്രി ഇപ്പം തിരിച്ച് വീട്ടിൽ ചെന്ന് കുറച്ചു നേരം മറ്റു വ്യവഹാരങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുക, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് മെല്ലെ കിടന്നുറങ്ങുന്നു. അതൊക്കെ സ്വപ്നത്തിലൂടെ സുഷുപ്തിയിലേക്ക് എത്തുന്നു. സുഷുപ്തിയിലെത്തുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വ്യവഹാരങ്ങളും ഇല്ല, ഈ പ്രപഞ്ചവും ഇല്ല, പ്രഭാഷണവും ഇല്ല, ഒരു വസ്തുവില്ല. എല്ലാം സ്ഥൂലത്തെ സൂക്ഷ്മത്തിലേക്ക് പോയി, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോയി, കാരണസ്വരൂപത്തിൽ നമ്മളങ്ങ് ചേർന്നു. ഈ കാരണസ്വരൂപത്തിൽ നിന്ന് നാളെ പതുക്കെ സൂക്ഷ്മത്തിലേക്ക് വന്ന് സ്ഥൂലത്തിലേക്ക് വന്ന് ഉണർന്നപ്പോൾ എല്ലാം പതുക്കെ 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 പ്രകടമായി. ഏതൊക്കെ വ്യവഹാരം നാളെ ചെയ്യണം അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ സമഷ്ടി പ്രപഞ്ചവും ഓരോ കൽപ്പത്തിൻ്റെയും ആരംഭത്തിൽ പ്രകടമാവുകയും കൽപ്പത്തിൻ്റെയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കപ്പെടുന്നില്ല, ഒന്നും ഇല്ലാതാക്കപ്പെടുന്നുമില്ല. ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. മഹാവിഡ്ഢിത്തം. എന്തുകൊണ്ട്? ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഇല്ലായ്മ ഉണ്ടാവുക? ഇല്ലായ്മ എന്നൊന്നില്ല. ഇല്ലായ്മ എന്നൊന്നുണ്ട് സ്വാമി. ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ഇല്ലായ്മയല്ലല്ലോ. എന്നാ പിന്നെ ഇല്ലായ്മ ഇല്ല. അതാ ശരി, ഇല്ലായ്മ ഇല്ല, ഉള്ളതേ ഉള്ളൂ. നാ സതോ വിദ്യത്തെ ഭാവോ നാ ഭാവോ വിദ്യത്തെ സതഃ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാക്കപ്പെടുന്നില്ല, ഉള്ളതൊന്നും നശിക്കുകയുമില്ല. ഉള്ളത് നാമരൂപാത്മകമായി പ്രകടമാകും, പ്രകടമായത് നാമരൂപാത്മകതയെ വെടിഞ്ഞ് തിരോഭവിക്കും. പക്ഷേ വസ്തുതത്വം ഉണ്ടാവുന്നില്ല, ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ പണ്ടായത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാകുന്നു. ഓരോ വ്യക്തിയും എത്തിച്ചേർന്നിരിക്കുന്ന ബൗദ്ധിക തലത്തിനനുസരിച്ച്, അവൻ്റെ ചിന്താവിധാനത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളെ കണ്ടെത്താം. എല്ലാവരും ഇതന്നെയാ ലക്ഷ്യം നാടടിച്ച് അങ്ങോട്ട് പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള ബോധം വേണം. എന്താണോ താൻ നിശ്ചയിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള നിയതമായൊരു സഞ്ചാരമായി ജീവിതത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പം മാത്രമേ ഈ ജീവിതം അർത്ഥപൂർണമാവൂ. ഇത് വ്യക്തമായി നമ്മളോട് ഉപനിഷത്ത് പറഞ്ഞു തരും. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാൻ തേഷു ഗോചരാൻ എന്നൊക്കെ അങ്ങനെ തുടരും ആ മന്ത്രങ്ങൾ. ഈ ശരീരം ഒരു രഥമാണെന്നറിയൂ. ഈ രഥത്തിൻ്റെ ഉടമസ്ഥനാണ് നീയെന്ന് സ്വയം അറിയൂ. ഇപ്പൊ രഥം എന്തിനുള്ളതാ? യാത്ര ചെയ്യാനുള്ളതാ. യാത്ര എങ്ങോട്ടാ? ലക്ഷ്യത്തിലേക്കാ. അപ്പോൾ ഒരു നിയതമായ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള രഥം നിന്റെ കൂടെയുണ്ട്. രഥസ്വാമിയാണ് നീ. ഇത് നീ അറിയൂ. ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കൂ. ഈ ശരീരം തന്നെയാ ഞാൻ എന്നൊന്നും വിചാരിച്ച് അഭിമാനിച്ച് കഴിയണ്ട. തനിക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനമാണിത്. ഇതിനെ വേണ്ടോണം നോക്കി പരിപാലിച്ചോളൂ. വേണ്ടതൊക്കെ കൊടുത്തോളൂ, വേണ്ടാത്തതൊന്നും കൊടുക്കരുത്. അങ്ങനെ ദേഹത്തെ പരിപാലിക്കുക, ജീവിതയാത്ര ചെയ്യുക. എങ്ങോട്ട്? ലക്ഷ്യത്തിലേക്ക്. ഏതാ ലക്ഷ്യം? നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷ്യം പലതാവാം. ഓരോ വ്യക്തിയുടെയും ബൗദ്ധിക തലത്തിനനുസരിച്ച് വ്യത്യസ്ത ലക്ഷ്യത്തെ കാണാം.
എങ്കിലും ആത്യന്തികമായി നമുക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം. യദ്ഗത്വാന നിവർത്തന്തേ, യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ, പിന്നെയും യാത്ര തുടരേണ്ടതില്ലയോ, അതേ ആത്യന്തികമായി ലക്ഷ്യമാവാൻ തരമുള്ളൂ. പോട്ടെ, അത്ര സങ്കീർണമായ ഭാഷയൊന്നും പ്രയോഗിക്കേണ്ട, ലളിതമായൊരു ഭാഷ പറയാം. എല്ലാ പ്രകാരത്തിലുമുള്ള ദുഃഖങ്ങൾ ഒഴിയണം ജീവിതത്തിൽ. ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും ഒഴിയണം. ആത്യന്തിക ദുഃഖ നിവൃത്തി, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിനെ എതിർക്കുമോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും എതിർക്കുമോ? ഇല്ല. ഇപ്പോൾ സ്വർഗത്ത് പോകണമെന്നോ അല്ലെങ്കിൽ പരലോകം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഈ ലോകം കിട്ടണമെന്നൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പല മതഭേദങ്ങൾക്കനുസരിച്ച് അഭിപ്രായ വ്യത്യാസം വരും, പല ദേശഭേദമനുസരിച്ച് അഭിപ്രായ വ്യത്യാസം വരും, പ്രായഭേദമനുസരിച്ച് അഭിപ്രായ വ്യത്യാസം വരും. പക്ഷേ ദുഃഖങ്ങളെല്ലാം ഒഴിയണം എന്ന് പറഞ്ഞാൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും ദുഃഖനിവൃത്തി ആഗ്രഹിക്കുന്നുണ്ട്. ആരും ദുഃഖം വേണമെന്ന് ഇച്ഛിക്കുന്നില്ല. അപ്പൊ ആത്യന്തിക ദുഃഖനിവൃത്തി അല്ലെങ്കിൽ നിരതിശയമായ സുഖപ്രാപ്തി, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതിനോ ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് മോക്ഷം എന്നുള്ളത്. അതുകൊണ്ട് മോക്ഷത്തെ പരമ പുരുഷാർത്ഥമെന്ന് ശാസ്ത്രം പറയും. ശ്രദ്ധിക്കുക, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള ക്രമത്തിൽ ജീവിതത്തെ നിർവഹിക്കുന്നതാണ് ഒരു സാധനാനിഷ്ഠമായ ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഭഗവാന്റെ ഉദ്ധവോപദേശത്തിൻ്റെ പ്രസക്തി ഒന്ന് വിവരിക്കാമോ? ഇന്നത്തെ ലോകത്തിൽ എന്നല്ല, ഏത് ലോകത്തിലും ഏത് കാലഘട്ടത്തിലും പ്രസക്തമാണ് ഉദ്ധവോപദേശം. കാരണം അവിടെ പറയുന്നത് ആത്മയാഥാത്മ്യമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആരാണ് താൻ? എന്താണ് തൻ്റെ സ്വരൂപം? ഇതാണ് അവിടുത്തെ വിഷയം. ഇതിനെ വിസ്തരിക്കുന്നു അനേക വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട്. അവിടെ സാഖ്യം വരുന്നുണ്ട് ഉപദേശത്തിൽ, അല്ലെങ്കിൽ യോഗ വിചാരം വരുന്നുണ്ട് ഉപദേശത്തിൽ. അനേക ഗുരുനാഥന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു ജീവിതക്രമത്തെക്കുറിച്ചുള്ള സന്ദേശം വരുന്നുണ്ട് ഉപദേശത്തിൽ. പക്ഷേ ഉദ്ധവോപദേശത്തിൻ്റെ പരം താൽപ്പര്യം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ജന്മ മരണരഹിതമാണ് ആത്മാ, ഏകമാണ്, അദ്വിതീയമാണ് ആത്മാ. ഈ ഒരു പരമമായ വേദാന്ത തത്വം, എന്താണ് ആത്യന്തികമായ സത്യം എന്നുള്ളതാണ് പറയുന്നത്. ആത്യന്തികമായ സത്യത്തെക്കുറിച്ചുള്ള വിചാരമാണ്. സത്യത്തെക്കുറിച്ചുള്ള വിചാരം എന്നും മനുഷ്യന് പ്രസക്തമാണ്. കാരണം സത്യസാക്ഷാത്കാരത്തിനുള്ള ശേഷിയാണ് മനുഷ്യൻ്റെ സവിശേഷത. എല്ലാ ശാസ്ത്രങ്ങളും തത്വചിന്തകളും ആവിർഭവിക്കുന്നത് സത്യത്തെ തേടിയുള്ള അന്വേഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് വിശേഷബുദ്ധിയുള്ളവനായി മനുഷ്യൻ ഇരിക്കും കാലത്തോളം, ആത്യന്തിക സത്യാന്വേഷണത്തിന് ശേഷിയുള്ള കാലത്തോളം, ദുഃഖനിവൃത്തിയെ ഇച്ഛിക്കുന്ന കാലത്തോളം പ്രസക്തമായ സന്ദേശമാണ് ഉദ്ധവന് അഥവാ ഉദ്ധവനെ നിമിത്തമാക്കി ലോകത്തിന് ഭഗവാൻ നൽകിയ ഉപദേശം. The election results in India show a negative growth for the communist parties. Will the communist Marxist parties get wiped out from Indian politics? ചിദാനന്ദപുരസ്വാമി ഒരു പ്രവാചകനാവുകയാണോ? പ്രവചിക്കാൻ വേണ്ടി അങ്ങനെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമെന്ന്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണമെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വ്യത്യസ്ത ചിന്താധാരകൾ നിശ്ചയമായിട്ട് വേണം. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ വികാസത്തിന്
ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ്. ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ അതത് കാലത്ത് ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് സന്തോഷമുണ്ടാവും. പക്ഷേ ശുദ്ധമായ ജനാധിപത്യ പ്രക്രിയ നടക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടികളുടെ നാശം അല്ലെങ്കിൽ ക്ഷയം ആത്യന്തിക ദൃഷ്ടിയ നല്ലതല്ല. റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ഷയമാണ് കാണിക്കുന്നത്, അതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ക്ഷീണം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നശിക്കുന്നൊന്നും അങ്ങ് പ്രവേശിച്ചേക്കരുത്, നശിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്താ സ്വാമി അങ്ങനെ പറയാൻ കാരണം? സ്വാമി ഒരു മാർക്സിസ്റ്റുകാരനാണോ? അല്ല. എന്നാൽ ദേശീയ വീക്ഷണവും അന്തർദേശീയ വീക്ഷണവുമൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കണം. പ്രാദേശിക വീക്ഷണം മാത്രമുള്ള പാർട്ടികൾ ക്ഷയിക്കണം. പ്രാദേശിക വീക്ഷണം പുലർത്തുന്ന പാർട്ടികൾ അധികാരസ്ഥാനത്തേക്ക് വരുന്നത് ഭാരതത്തിൻ്റെ നാശത്തിന് കാരണമാകും. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിലിരിക്കാൻ ഓരോ കാലഘട്ടത്തിലും അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, BJP ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, തയ്യാറാവും. അധികാരം കിട്ടാൻ ആരെ കൂട്ടുപിടിക്കണം? അവരെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തും. അങ്ങനെ പ്രാദേശിക പാർട്ടികൾ വികസിക്കാൻ ഇടവരുമ്പോൾ ഭാരതം എന്നുള്ള അഖണ്ഡ സങ്കല്പം ക്രമേണ അപ്രസക്തമായി വരും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ വീക്ഷണത്തിൽ ദേശീയ വീക്ഷണമുള്ള പാർട്ടികൾ, ദേശീയ പാർട്ടികൾ എല്ലാം നിലനിൽക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവാം. അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും സ്വാഗതം തന്നെയാണ്. പ്രാദേശിക വീക്ഷണമുള്ള പാർട്ടികൾ എപ്പോഴാണ് ഭാരതത്തിൽ വളരാൻ തുടങ്ങിയത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1947 ശേഷം അല്ലെങ്കിൽ 50-ൽ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇങ്ങോട്ട് എപ്പോഴാണ് പ്രാദേശിക വീക്ഷണമുള്ള പാർട്ടികൾ വളരാൻ തുടങ്ങിയത്? സംശയമൊന്നുമില്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് ശേഷമാണ് പ്രാദേശിക പാർട്ടികൾ ഇവിടെ വളരാൻ തുടങ്ങിയത്. അതുവരെ കോൺഗ്രസും മാർക്സിസ്റ്റും ജനസംഘവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. CPI, CPM അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് CPM വേറിട്ടിരുന്നില്ല, CPI ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ അവയൊക്കെ ദേശീയ പാർട്ടികളായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നു തമിഴ്നാടിൻ്റെ മാത്രം പാർട്ടി, മഹാരാഷ്ട്രയുടെ മാത്രം പാർട്ടി, ആസാമിൻ്റെ മാത്രം പാർട്ടി, കശ്മീരിൻ്റെ മാത്രം പാർട്ടി, ഇങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ആശയം മാത്രമുള്ള പാർട്ടികൾ വളർന്നു വരുന്നത്. അങ്ങനെ സങ്കുചിതവാദം ഭാരതം എന്ന രാഷ്ട്രീയ വീക്ഷണമില്ലാതെ കേവലം സംസ്ഥാന വീക്ഷണം വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ അധികാരസ്ഥാനത്തേക്കും അധികാരസ്ഥാന നിർണയത്തിന് ശക്തമായ അവസ്ഥയിലേക്കും വരുന്നത് നമ്മൾ കാണുന്നു. അത് തീർത്തും ദോഷകരമായ ഒരു ലക്ഷണമാണ്. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വളരെ മാരകമായ ഒരു ചോദ്യം ഭാവിയിൽ ഉയർത്തുന്നതാണ് പ്രാദേശിക പാർട്ടികളുടെ വികാസം. മറിച്ച് ദേശീയ പാർട്ടികൾ, അത് BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ CPI ആവട്ടെ, CPM ആവട്ടെ, ജനതയാവട്ടെ, അവരൊക്കെ വളരണം. അതാണ് നമ്മുടെ ഒരു വീക്ഷണം. ബാക്കി തീരുമാനിക്കേണ്ടത് അവരുടെ നയങ്ങൾക്കനുസരിച്ച് അവർ രാഷ്ട്രത്തിനനുസൃതമായ വീക്ഷണത്തെ മുൻനിർത്തുന്നുവോ ജനങ്ങൾ അവരെ ഉയർത്തും. എപ്പോൾ രാഷ്ട്രത്തിനനുസൃതമല്ലാത്ത സങ്കുചിത വാദങ്ങളിലേക്കും സ്വാർത്ഥങ്ങളിലേക്കും അവർ പോകുന്നുവോ അവരെ വീഴ്ത്തണം. അതിനുള്ള ജനാധിപത്യ പ്രക്രിയ ശക്തവും സമർത്ഥവുമായി നിലനിൽക്കണം. ഏതായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളത്. അതുകൊണ്ട് അത് നശിക്കും എന്നാരും പറയരുത്. നശിക്കുകയല്ല വേണ്ടത്. അവർ രാഷ്ട്രവീക്ഷണം ഉൾക്കൊണ്ട് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ ന്യൂനപക്ഷ പ്രീണനം
അതിനുവേണ്ടി മാത്രം നിലകൊണ്ട് തങ്ങളുടെ അടിസ്ഥാനാശയത്തെപ്പോലും കളഞ്ഞു കുളിച്ചതുകൊണ്ടാണ് ഈ സ്ഥിതി വന്നതെന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. അതെ, മതപ്രീണനം എന്നുള്ളത് മാറ്റിവെക്കുക. എന്താണോ ഒരു പാർട്ടിയുടെ സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ മുറുകെ പിടിക്കുക. അതിൽ നിന്ന് അവരുടെ നേതൃത്വം താഴേക്ക് പോയി. അതുകൊണ്ട് അവരെ അപ്രസക്തമാകുന്നു. എന്തിനു വേണ്ടി അവർ രൂപീകരിക്കപ്പെട്ടുവോ ആ വിഷയത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. സമൂഹം അവരെ അംഗീകരിക്കും, യാതൊരു സംശയവും ഇല്ല. ചെറിയൊരു ദൃഷ്ടാന്തം ചോദിക്കട്ടെ. ഇവിടെ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം. ഒരു കാലത്ത് ഏക സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും വാദിച്ചതായിരുന്നു EMS നമ്പൂതിരിപ്പാടൊക്കെ, മറക്കരുത്. ഏക സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിരുന്നു EMS നമ്പൂതിരിപ്പാട്. എന്നത് ഇന്ന് EMSന്റെ സ്മാരക മണ്ഡപങ്ങൾ പണിതുയർത്താൻ ശ്രമിക്കുന്നവർ തന്നെ ഏക സിവിൽ കോഡിനെ കുറിച്ച് മിണ്ടാൻ ധൈര്യമില്ലാത്തവരായിരിക്കുന്നു. ഈ നയം മാറ്റി എന്താണോ ഒരു പാർട്ടിയുടെ മുഖ്യമായ മാനിഫെസ്റ്റോ, അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന ആ ഒരു തൻ്റെടത്തിലേക്ക്, ധൈര്യത്തിലേക്ക് എല്ലാ പാർട്ടികളും ഉയരണം. അപ്പം മാത്രമേ ബഹുസ്വരമായ ഒരു സമൂഹം, അതാണല്ലോ ഭാരതീയ സമൂഹം, എല്ലാ കാഴ്ചപ്പാടുകളും എല്ലാ മതങ്ങളും ഒക്കെ സ്നേഹത്തോടുകൂടി സഹവസിക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ നിലനിൽക്കണം. അതാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ അഭിപ്രായം. A lot of interreligious marriages are happening in Kerala. In majority cases, the Hindu bride or groom are getting converted to minority religion as per government records. While I made a study of interreligious marriages which took place within my family and friends, I was surprised to notice in majority cases the family members of Hindu bride or groom was not against the interreligious marriage. But the other side, families tried their level best to block the deal. But as soon as the marriage is conducted, the family which opposed the marriage are in an eager to get converted the newly married ones. Whereas one who supported keeps quiet. Strictly speaking, this kind of attitude from the part of Hindus are indirectly supporting events such as love jihad and so. ഇവിടെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഈ ചോദ്യകർത്താവ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്. നമുക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കും. കാരണം കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം ചുരുങ്ങിയത് ഒരു മാസത്തിലൊരു 12 പെൺകുട്ടികളെയെങ്കിലും കൊണ്ടുവരുന്നുണ്ട്. എല്ലാം പ്രേമബന്ധത്തിൽ അകപ്പെട്ട് ഒന്നുകിൽ മതംമാറ്റ കേന്ദ്രത്തിലേക്ക് എത്തിയവരോ അല്ലെങ്കിൽ മതംമാറ്റത്തിന് വിധേയരാവാൻ സാധ്യതയുള്ളവരോ ആയ തരം അവസ്ഥകളിലോ, അല്ലെങ്കിൽ എത്തിപ്പെട്ട ശേഷം മാനസിക സംഘർഷം വന്ന് പല പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമുക്കൊരു പൊതുവേദിയിൽ പറയാൻ കൊള്ളാത്ത അനുഭവങ്ങളാൽ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടവർ, അതുമല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 2 ആഴ്ച കുടുംബത്തിൽ താമസിക്കൂ എന്നുള്ള വിധിയെ തുടർന്ന് കുടുംബത്തിൽ താമസിക്കുന്ന അവസ്ഥയിൽ ഒരു ഉപദേശത്തിന് വേണ്ടി കൊണ്ടുവരപ്പെടുന്നവർ. ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു 120-ലധികം എന്തായാലും ഉണ്ട് ഒരു വർഷത്തിൽ. ഇത് അതിശയോക്തിയല്ല, ന്യൂനോക്തിയല്ല, സത്യമാണ് ഈ പറയുന്നത്. ഈ കുട്ടികളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന സിനിമയിൽ ഇന്ന നായകൻ്റെ കുപ്പായ ഏതാന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും. ഇന്ന ക്രിക്കറ്റിൽ ഇന്നാൾ എത്ര കോഴ മേടിച്ചു എന്ന് ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു തരും. ഇന്ന നടിയുടെ ചെരുപ്പിൻ്റെ ഹീലിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. പക്ഷേ 10 ഋഷിമാരുടെ പേര് പറഞ്ഞു തരൂ. ഹിന്ദു ദർശനത്തിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? ഓരോ ആചാരത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? പോട്ടെ, ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ചോദിച്ച ഒരു വസ്തു അറിയില്ല. കുറേ ജാടകളും പൊങ്ങച്ചങ്ങളും ഉണ്ടാവും, പക്ഷേ ധർമ്മത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല. എന്നാൽ നമ്മുടെ സമൂഹം മുഴുവൻ അങ്ങനെയായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അങ്ങനെയല്ല.
ഇസ്ലാം സമൂഹത്തിലൊരു 3 വയസ്സ് തൊട്ട് കുട്ടി മദ്രസയിൽ പോകുന്നു, പഠിക്കുന്നു, നല്ലതാണ്, അത് നമ്മൾ എതിർക്കുന്നില്ല. പഠിക്കുന്നു. സ്കൂൾ വിട്ടു വന്നാൽ രാത്രി ദർസ് പോകുന്നു, പഠിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽ പള്ളിയിൽ പോകുന്നു, സൺഡേ ക്ലാസ് പോകുന്നു. അതുകൊണ്ട് വ്യക്തമായ മതബോധത്തോടു കൂടിയാണ് ഇതര സമൂഹങ്ങളിൽ, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ കുട്ടികൾ വളരുന്നത്. ഹിന്ദു സമൂഹത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന, അച്ഛൻ എന്ന് പറയുന്ന പ്രഥമ വിദ്യ കൊടുക്കേണ്ടുന്ന ഗുരുനാഥന്മാര് മൗനികളാണ്. അവർക്ക് വേറെ നാട്ടിലെ പല കാര്യങ്ങളും പറയാണ്ട് പഠിക്ക് 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 എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വെറുപ്പിക്കാൻ അവർ മുൻപന്തിയിലാണ്. നീ അവനെപ്പോലെ പഠിക്കുക, അവളെപ്പോലെ പഠിക്കുക എന്ന് പറഞ്ഞ് താരതമ്യ ബുദ്ധി വളർത്താൻ അവർ പ്രഗത്ഭന്മാരാണ്. പക്ഷേ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? കുട്ടികളെ കുറ്റം പറയാൻ നോക്കുവോ? ചിന്തിക്കുക. അതുകൊണ്ട് മക്കളെ ധർമാഭിമാനമുള്ളവരാക്കി വളർത്തുക, ധർമ്മബോധമുള്ളവരാക്കി വളർത്തുക. ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അങ്ങനെ മക്കളെ വളർത്തണമെങ്കിൽ ആദ്യം തനിക്ക് ധർമ്മബോധം വേണം. അതെ. അതുകൊണ്ട് ധർമ്മബോധമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഏക പരിഹാരം. മറ്റൊരു പരിഹാരമില്ല. നമ്മുടെ വീക്ഷണം ഒന്ന് മാറണം. വീക്ഷണം മാറിയേ മതിയാവും. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. നൂറ്റാണ്ടുകളായി കൂട്ടം കൂട്ടമായി ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മുസ്ലിമിലേക്കും ക്രിസ്ത്യാനിയിലേക്കും ജനങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ടിപ്പു സുൽത്താൻ മാത്രം 4 ലക്ഷം ഹിന്ദുക്കളെയാണ് മതം മാറ്റിയത്. കോഴിക്കോട് സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാ പള്ളികൾ കേന്ദ്രീകരിച്ചും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. കോഴിക്കോട്, പൊന്നാനി തുടങ്ങിയ കേന്ദ്രമാക്കി മുസ്ലിമിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ ഭാരതത്തിലുടനീളം ആർക്കൊരു പ്രശ്നമില്ല, ബുദ്ധിജീവികൾക്കൊരു പ്രശ്നമില്ല. വളരെ ചെറിയ സംഖ്യ ഹിന്ദുധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ടിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ കോഴിക്കോട് തന്നെ ആര്യസമാജം കേന്ദ്രമായി ആവറേജ് ഒരു 10-20 പേരൊക്കെ ഒരു മാസത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് വ്യാപകമായി, കുറച്ച് അധികമായി ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു ജനങ്ങൾ എന്ന് കണ്ടപ്പോഴത്തേക്ക് ആകെ കോലാഹലം, മാധ്യമങ്ങളിൽ ചർച്ച, ഘർ വാപ്പസി, അത് ഇത്. എന്താണിത്? മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു, മതപരിവർത്തനം നടക്കുന്നു. ഇത്രയും കാലം അതൊക്കെ എവിടെയായിരുന്നു? അപ്പം നമ്മുടെ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന ജീവികൾ, നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്നവർ അവരുടെ ധർമ്മമാണോ നിർവഹിക്കുന്നത്? അങ്ങോട്ട് പോണത് സമ്മതാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് സമ്മതാവണ്ടേ? ചിന്തിക്കുക. അപ്പൊ വികലമായൊരു മനോഭാവം ഇവിടെ നൂറ്റാണ്ടുകളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ വികല മനോഭാവത്തെ ശരിയാക്കിയെടുക്കണം. ഏതൊരു മതശാസ്ത്രത്തെ പഠിച്ചിട്ട് ആ മതത്തെ സമാശ്ലേഷിക്കുന്നതിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ദാരിദ്ര്യം, അജ്ഞാനം, ദൗർബല്യം ഇവ ചൂഷണം ചെയ്യപ്പെട്ട് നടക്കുന്ന മതം മാറ്റങ്ങൾ അങ്ങേയറ്റം നിന്ദ്യമാണ്. അത് സംഭവിക്കരുത്. അതേസമയത്തൊരു മതഗ്രന്ഥം പഠിച്ച് അതിൻ്റെ മഹിമ മനസ്സിലാക്കി ഏത് മതത്തിലേക്ക് ആര് പോണതും സ്വീകാര്യമായിരിക്കണം. ഈ സമീപനം എല്ലായ്പ്പോഴും എല്ലാവരോടും ഉണ്ടായിരിക്കണം. ഈ ഒരു പക്വതയിലേക്ക് നമ്മുടെ സമാജം ഉയരട്ടെ. അത് മാത്രമേ ഈ പറഞ്ഞ രോഗത്തിന് പരിഹാരമുള്ളൂ. ഏതായാലും ഇന്ന് നമ്മൾ ഉപസംഹരിക്കുന്നു. നാളെ കൃത്യസമയത്തിന് തുടരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.